Hi, brother. Hi, praise the Lord. Thank you for joining. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഞാൻ ഇന്നിട്ടത്. വാസ്തവത്തിൽ വളരെ തെറ്റായിട്ട് ധരിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിശുദ്ധ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാനാണ് അല്ലെങ്കിൽ ചിന്തിക്കാനാണ് വന്നിരിക്കുന്നത്. ഹായ് അഭിലാഷ് പ്രൈസ് ദി ലോർഡ്, മനീഷ് നായർ, വിൽസൺ ബ്രദർ, വിമൽ പോൾ, ഹായ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഒരുപക്ഷെ നമ്മുടെ ടൈറ്റിൽ നമ്മൾ കേട്ടിട്ട്, അല്ലെങ്കിൽ ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഇന്ന് ടൈറ്റിൽ കൊടുത്തത്. മദ്യപാനി സ്വർഗരാജ്യത്തിൽ പോകുമോ, സ്വർഗത്തിൽ പോവുമോ? നമ്മൾ പൊതുവായിട്ട് കേൾക്കുന്ന ഒരു വാചകമാണ്. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ക്രൈസ്തവ ലോകത്ത് നിലനിൽപ്പുണ്ട്. അപ്പം ഞാൻ ആ ഒരു വിഷയത്തെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് ഈ സബ്ജക്റ്റ് എടുത്തത്. ഒരു പ്രധാന വിഷയം മാത്രമല്ല, ഇന്നത്തെ പ്രധാന വിഷയം മദ്യപാനമോ ഒന്നുമല്ല. നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യം, മദ്യപാനി സ്വർഗത്തിൽ പോകത്തില്ല, അല്ലെങ്കിൽ പാവങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ ഇങ്ങനെ ലിസ്റ്റ് എടുത്തിട്ട് പറയാറുണ്ട്, ഈ ആളുകൾ ആരും സ്വർഗത്തിലേക്ക് പോകത്തില്ല എന്ന് പറയുന്ന ഒരു പഠനമുണ്ട്. ഞാനിന്ന് ചില ആളുകൾ, ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ പൊതുവായിട്ട് പ്രസംഗിക്കപ്പെടാത്ത ഒരു ഭാഗമാണ് വിശദീകരിക്കാനായിട്ട് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ വാസ്തവത്തിൽ ദ പവർ ഓഫ് ദ കിങ്ഡം, അല്ലെങ്കിൽ ദ പവർ ഓഫ് ദ ലോസ് ഇൻ ദ കിങ്ഡം എന്ന് പറയുന്ന ഒരു ചിന്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്നത്. അതിനിടയ്ക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം വന്നു. ഇത് രണ്ടും കൂടി ഇങ്ങനെ മാറി മാറിയാണ് ചിന്തിക്കുന്നത്. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ പോകുന്നില്ല, മറിച്ച് വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ലോ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്? ദൈവരാജ്യത്തിനകത്ത് നിയമങ്ങളുടെ ശക്തി, അല്ലെങ്കിൽ അതിൻ്റെ ഡൈനാമിക്സ് എന്താണ്? നമുക്കറിയാം, ഈ നിയമങ്ങളെ രണ്ട് നിലയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, ലീഗൽ വ്യൂവിൽ, അതായത് ഒരു ഫാരിസി അല്ലെങ്കിൽ ഒരു പരീശൻ ലീഗലിസ്റ്റിക് വ്യൂവിൽ ന്യായപ്രമാണത്തെ കാണുന്നു, അല്ലെങ്കിൽ പ്രമാണങ്ങളെ കാണുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധ തൃത്വത്തിൻ്റെ ബേസിൽ, അതായത് ട്രിനിറ്റിയുടെ റിലേഷൻ ബേസിലാണ് നിയമങ്ങളെ കാണുന്നത്. അപ്പോൾ അതിനകത്ത് അവസാനത്തെ 5 കൽപ്പനകളെ ഞാൻ ഒരുമിച്ച് ഇങ്ങെടുക്കുക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരനുള്ളതൊന്നും കൊല ചെയ്യരുത്, വിചാരിക്കുന്നത് മോഷ്ടിക്കരുത്, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്. ഇങ്ങനെ 5 കൽപ്പനകളും ഒരേ ഒരു പ്രമാണത്തിനകത്താണ് കിടക്കുന്നത്, ഒറ്റ പ്രമാണത്തിനകത്ത്. അത് ലവ് യുവർ നെയ്ബർ, നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന ആ ഒറ്റ കൽപ്പനയ്ക്കകത്താണ് ഈ 5 കൽപ്പനകളും. നമ്മളൊരു ഓറഞ്ചിന് അല്ലി ഉള്ളതുപോലെ ഒരു ഓറഞ്ചിനകത്തെ 5 അല്ലികളാണ് ഈ 5 കൽപ്പനകൾ. എന്തിനാണ് ഈ കൽപ്പനകൾ? ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിനെ ദൈവം വിളിച്ചിറക്കുമ്പോൾ, ഞാൻ നിങ്ങളൊരു വലിയ ജാതിയാക്കും, ഞാനൊരു റിലീജിയൻ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞല്ല അവരെ വിളിച്ചത്. ഇസ്രായേലിനെ ദൈവം വിളിക്കുമ്പോൾ അവരോട് പറഞ്ഞ, ഐ മേക്ക് യു എ നേഷൻ, ഞാൻ നിന്നെ വലിയൊരു രാജ്യമാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹാർട്ട്, ദൈവത്തിൻ്റെ ഹൃദയം, മനുഷ്യനെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ദൈവരാജ്യത്തിൻ്റെ ചിന്തയായിരുന്നു. ഇസ്രായേലിന് ആ സമൂഹത്തെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളൊരു വലിയ ജാതിയാക്കാൻ പോവുകയാണ്.
ഞാൻ നിങ്ങളെ രാജകീയ പുരോഹിത വർഗമാക്കാൻ പോവുകയാണ്. നിങ്ങൾ എനിക്കൊരു വിശുദ്ധ ജനമായിരിക്കും. യു ആർ ഗോയിങ് ടു ബിക്കം എ ഹോളി നേഷൻ. സോ God is not the God of a religion. ദൈവം, വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന സത്യേക ദൈവം ഒരിക്കലും ഒരു മതത്തിൻ്റെ ആളല്ല. ഒരു മതത്തിൻ്റെ ആളല്ല. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. അപ്പം മതവും ക്രിസ്ത്യാനിത്വവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആരംഭത്തിൽ ഒന്ന് പറയാം. നമ്മുടെ മെസ്സേജുകളെല്ലാം കിടക്കുന്നത്, നമ്മുടെ ചിന്തകളും പ്രസംഗങ്ങളും ലക്ഷ്യങ്ങളും ഡെസ്റ്റിനേഷൻസ് എല്ലാം കിടക്കുന്നത് റിലീജിയൻ്റെ ബേസിലാണ്. റിലീജിയൻ്റെ കോൺസെപ്റ്റിലാണ് നമ്മൾ പല കാര്യങ്ങളെയും പഠിക്കുന്നത്. ഈ ലോകത്തിലെ എല്ലാ മതങ്ങളും, ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ബുദ്ധമതമാണെങ്കിലും സയൻറ്റോളജി മതമാണെങ്കിലും കൺഫ്യൂഷ്യസ് മതമാണെങ്കിലും ക്രിസ്തീയ മതമാണെങ്കിലും അവർക്കെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം സ്വർഗം. അതാണ് ലക്ഷ്യം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സ്വർഗം എന്ന വേർഡ് ഈസ് എ മോസ്റ്റ് ഡേഞ്ചറസ് വേർഡ് ഇൻ ദ വേൾഡ്. കാരണം ഈ ഒറ്റ കാര്യത്തിൻ്റെ പേരിലാണ് ഇന്ന് ഈ ലോകത്തിൽ ഒരുപാട് വിഭിന്നതകൾ. സ്വർഗം എന്ന ഒറ്റ വിഷയത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന മിക്കവാറുമുള്ള ഒരു 90% ഓഫ് എക്സ്ട്രീമിസം അല്ലെങ്കിൽ തീവ്രവാദം, അതിന് ഒറ്റ റീസണേ ഉള്ളൂ, സ്വർഗം. സ്വർഗമോഹം ആണ് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ തീവ്രവാദത്തിൻ്റെ എല്ലാം 90% കാരണം. ക്രിസ്തീയ സമൂഹത്തിനിടയിലുള്ള സ്നേഹം നിറഞ്ഞ കയ്പ്, അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമാണെന്ന് പറയുന്ന ക്രൈസ്തവരുടെ ഇടയിൽ ഈ 1,000 വിഭിന്നതകൾ വന്നത് ഒറ്റ റീസണാണ്, സ്വർഗം. അപ്പം ദ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ഇൻ ദ വേൾഡ് ഈസ് ഹെവൻ. ദ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ഇൻ ദ വേൾഡ്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നം സ്വർഗം പോകാനായിട്ട് തയ്യാറെടുക്കുന്ന ജനവും അതിൻ്റെ വീസ ഞങ്ങൾക്കാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ജനമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാർ. നിങ്ങളൊരു ISIS തീവ്രവാദിയോട് പോയി ചോദിച്ചു നോക്കുക, വായ്, നിങ്ങൾ എന്തുകൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലും? ഇസ്ലാമിക പഠനമനുസരിച്ച് ഒരു ജിഹാദിക്ക് അല്ലെങ്കിൽ ഒരു തീവ്രവാദിക്ക് അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്ന ഒരു മനുഷ്യ ബോംബിന് ഒരു റെസ്ട്രിക്ഷൻ കൂടാതെ, വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ, ഡയറക്ട്ലി ദേ ക്യാൻ എൻ്റർ ഇൻ ടു ഹെവൻ. അതായത് ആ മതം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഹെവനെക്കുറിച്ച് വലിയ ഓഫർ ആ മതങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനേക്കാളും ഒട്ടും കുറവല്ല ക്രിസ്തീയ സമൂഹത്തിൻ്റെ സ്വർഗത്തെക്കുറിച്ചുള്ള ഓഫർ. അപ്പം ദ പ്രോബ്ലം ഓഫ് ദിസ് വേൾഡ്, അതിൻ്റെ റൂട്ട് നിങ്ങൾ നോക്കിക്കേ. ഇപ്പം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇഷ്ടം പോലെ വിഭിന്നതകൾ വന്നേക്കും. ഭിന്നതകൾ, ആയിരക്കണക്കിന് ഭിന്നതകളാണ്. അപ്പം അത് ഭിന്നതകൾ വന്നതിൻ്റെ പേര് ഈ ഉപദേശത്തിൻ്റെ പേരിലാണ് ഭിന്നതകൾ വന്നത്. ഡോക്ടറിൻ്റെ പേരിൽ ഭിന്നത വരിക. അപ്പം ഒരാളുടെ ഡോക്ടറിൻ ശരിയല്ല. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഡോക്ടറിനകത്ത് നമ്മൾ ക്ലാരിറ്റി വരുത്തണം എന്ന് നമ്മൾ പഠിച്ചാൽ മറുപടി നിത്യതയിൽ എത്തത്തില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, നിത്യതയിൽ എത്തണമെങ്കിൽ നമ്മൾ സത്യ ഉപദേശത്തിലേക്ക് വരണം എന്ന ഒരു പഠനം, അത് ക്രൈസ്തവ ലോകത്തെ ക്യാൻസർ പോലെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് 40,000-ഓളം ഡിനോമിനേഷൻസ് ക്രൈസ്തവരുടെ ഇടയിൽ വ്യത്യസ്ത സ്വഭാവങ്ങളോടുകൂടി ഉപദേശങ്ങളോടുകൂടി ക്രൈസ്തവ ലോകത്തിലുണ്ട്. 30,000-നും 40,000-നും ഇടയ്ക്ക് മേജർ ഡിനോമിനേഷൻസ്. പിന്നെ നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിനെ പോലെയൊക്കെയുള്ള സ്ഥലത്ത് നോക്കിയാൽ തിരുവനന്തപുരത്ത് തന്നെ ഒരു 30,000 എണ്ണം ഉണ്ട്. അത് വേറെ കാര്യം. അതൊന്നും നമ്മുടെ, ഇപ്പം ഞങ്ങൾ ഒരു കൊച്ചു കൂട്ടോ, അതൊന്നും ഒരു കണക്കിലേ എണ്ണാത്തതാണ്. അത് കണക്കിൽ എണ്ണിട്ടേ ഇല്ല. മേജറായിട്ടുള്ള 30,000 40,000 ഡിനോമിനേഷൻസ് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലുണ്ട്. വൈ? എന്തുകൊണ്ട്? അപ്പം കത്തോലിക്ക ചർച്ചാണ് കുറേ വർഷങ്ങളായിട്ട് ഭൂമിയിൽ ഓർത്തഡോക്സ് സഭകളുണ്ടായി. അതിൽ നിന്ന് ഭിന്നിച്ച് പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻ്റ് ഉണ്ടായി, മാർത്തോമാ സഭയുണ്ടായി, ബ്രദറൻ സഭയുണ്ടായി, പിന്നെ ലൂതർ മിഷൻ ഉണ്ടായി. ഇങ്ങനെ സഭകളിങ്ങനെ, എന്താ അവരുടെ റീസൺ? നമ്മളത് ആലോചിക്കണം. നമ്മൾ വളരെ നല്ല മനസ്സോടെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്രെയിൻ കൊണ്ടുവന്ന് പള്ളിയിൽ അച്ഛൻ്റെ കൈ കൊടുത്തവർക്കും പാസ്റ്ററിൻ്റെ കൈ കൊടുത്തവർക്കൊന്നും ഇത് ചിന്തിക്കാൻ പറ്റില്ല. കൃത്യമായിട്ട്
ചിന്തിക്കാൻ നോക്കിയാൽ എന്തുകൊണ്ടാണ് ക്രൈസ്തവരുടെ ഇടയിലെ വൈരുദ്ധ്യത? കാരണം ഒന്നേ ഉള്ളൂ, എല്ലാവരും പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ പോകണം, മരിച്ച നിത്യതയാണ് ഞങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വിഷയമില്ല, ഞങ്ങൾ അതും വേണ്ട ഇതും വേണ്ട. ഇതെല്ലാ ഡോക്ടറിനും, എല്ലാ പ്രോബ്ലത്തിനും, എല്ലാ ഡിവിഷൻ്റെയും, എല്ലാ വൈരുദ്ധ്യതയുടെയും റീസൺ ദൈവമോ യേശു കർത്താവോ അപ്പോസ്തലന്മാരോ ഒരിക്കൽ പോലും പറയാത്ത, ഒരിക്കൽ പോലും പഠിപ്പിക്കാത്ത, സഭയ്ക്ക് ഒരിക്കൽ പോലും ഏൽപ്പിക്കാത്ത ഒരു ദൗത്യത്തെക്കുറിച്ചും സന്ദേശത്തെക്കുറിച്ചുമുള്ള ധാരണപ്പശകാണ് ഇന്ന് നമ്മൾ കാണുന്ന സകല വൈരുദ്ധ്യതയ്ക്കും കാരണം. അപ്പം അതുകൊണ്ട് സ്വർഗം എന്ന് പറയുന്ന വിഷയം, അപ്പം ഞാനിത് പറയുമ്പോൾ ആളുകൾ ഇപ്പോൾ പറയുക സ്വർഗം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി എന്നൊന്നും പറയരുത്. അങ്ങനെ ഇല്ലെന്ന് പറയുന്ന ഒരു വിഡ്ഢിയും ഒന്നുമല്ല ഞാൻ. ഒരു കാര്യം ഇല്ലെന്ന് പറയുന്നെങ്കിൽ മാക്സിമം അറിഞ്ഞിട്ടേ പറയത്തുള്ളൂ ഇല്ലെന്ന്. പിന്നെ അതില്ലെന്ന് പറയാൻ എനിക്കറിയില്ല, കാരണം ഞാൻ അങ്ങനെ ലോകം മൊത്തം പോയിട്ടുള്ള ആളുമല്ല. സ്വർഗം എന്നത് വേദോസം പറയുന്നുണ്ട്, ഞാനിത് വിശ്വസിക്കുന്നു. അപ്പം ഇത് ശ്രദ്ധിക്കുക. അപ്പം ഹെവനിലേക്ക് പോവുക എന്ന ചിന്ത മതങ്ങളിലെല്ലാം ഉണ്ട്, ക്രിസ്തീയ മതത്തിലുമുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചര്യകളും അതിൻ്റെതായ മൂല്യങ്ങളുള്ള ഡീഡ്സും ഒക്കെ വെച്ച് ദൈവത്തിന് പ്രസാദം വരുത്തി നല്ലതാക്കി ഇങ്ങനെ ഹെവനിലേക്ക് പോവുകയാണ്. പക്ഷെ ഇതൊന്നുമല്ലായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ലക്ഷ്യവും യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ സന്ദേശവും ഈ കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതും പ്രസംഗിച്ചതും പ്രസംഗിക്കാൻ അയച്ചതും വേറെ ഒരു വിഷയവുമല്ലായിരുന്നു. ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു കർത്താവ് പ്രസംഗിക്കാൻ അയച്ചത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രസംഗങ്ങൾ, ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും പെന്തിക്കോസ്തിൽ ആയിരുന്ന സമയത്ത്, പെന്തക്കോസ്ത് സഭയിലായിരുന്ന സമയത്ത് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം വിശുദ്ധ ബൈബിളിലെ എല്ലാ അത്ഭുതങ്ങളും ഞാൻ എബ്രായ റൂട്ടിൽ, എബ്രായ പശ്ചാത്തലത്തിൽ എടുത്ത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആരും പറയാത്ത നിലയിലും പല പല അത്ഭുതങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, എബ്രായിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പക്ഷേ വേദപുസ്തകം നന്നായിട്ട് വീണ്ടും വായിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നതല്ല ഒറിജിനൽ എന്ന് മനസ്സിലായി. നമ്മൾ പ്രസംഗിക്കും. ഇപ്പം ഞാൻ കാനാവിലെ കല്യാണവുമായിട്ട് അങ്ങ് വരുന്നത്, ഇപ്പോൾ ഒരു കൺവെൻഷനിൽ എൻ്റെ പ്രസംഗം കാനാവിലെ കല്യാണം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും ആരെയും അയച്ചത് യേശു ചെയ്തത് പ്രസംഗിക്കാനല്ല. ഞാൻ ഈ പറയുന്ന പദങ്ങൾ കേൾക്കണം. യേശു ചെയ്തത് പ്രസംഗിക്കാനല്ല യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചത്. അപ്പം ചില യോഗങ്ങളിൽ ചെന്നാൽ നമ്മൾ ഈ അത്ഭുത പ്രവൃത്തികൾ കൊണ്ടാണ് നമ്മുടെ യോഗങ്ങളെ നമ്മൾ കൊഴിപ്പിക്കുന്നത്. ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രത്വങ്ങളെ തൊട്ട് ആ ഒറ്റ ഒരു മെസ്സേജ് കൊണ്ട് നമ്മൾ അവിടെ നിൽക്കും. ആ പ്രവൃത്തി, ആ നടന്ന അത്ഭുതം, ഈ അത്ഭുതത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. കാനാവിലെ കല്യാണം കൊണ്ട് നമ്മളവിടെ നിൽക്കും. 38 വർഷത്തെ കൊളക്കരയിലെ രോഗിയെ കൊണ്ട് നമ്മൾ അവിടെ നിൽക്കും. അല്ലെങ്കിൽ രക്തസ്രാവക്കാരി സ്ത്രീ, ചില ആളുകൾക്ക് ഈ സ്ത്രീകൾ, കുറേ ബൈബിളിൽ കുറേ സഹോദരിമാരുണ്ട്, ഏറ്റവും കൂടുതൽ നല്ല ഒരു സെൻറ്റിയായിട്ട് മെസ്സേജ് കൊടുക്കാൻ പറ്റിയത് കൊണ്ട് കഥാപാത്രങ്ങളെ സ്ത്രീകളാക്കും. കൂനിയായ സ്ത്രീയെ, രക്തസ്രാവമുള്ള സ്ത്രീയെ, കൊളക്കരയിലെ സ്ത്രീ, കിണറ്റിൻ്റെ കരയിലെ സ്ത്രീയെ, പിന്നെ ഏതൊക്കെ സ്ത്രീയാണ്, യേശുവിൻ്റെ കാല് കണ്ണുനീരുകൊണ്ട് കഴുകിയ സ്ത്രീയെ, മറിയമാര്, അപ്പോൾ ഏതെങ്കിലും ഒരു കൂനിയം കൊണ്ടോ അല്ലെങ്കിൽ ഒരു രക്തസ്രാവക്കാരി സ്ത്രീയും കൊണ്ട് നമ്മളങ്ങ് ഇറങ്ങും. അപ്പം മെസ്സേജുകൾ മുഴുവൻ, ഇത് ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, മെസ്സേജ് മുഴുവൻ യേശു ചെയ്ത അത്ഭുതങ്ങളെ വിവരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ യേശു പറഞ്ഞത്, നിങ്ങൾ പോയി ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ പ്രവർത്തിച്ചത് പ്രസംഗിക്കാനല്ല. ഇത് നിങ്ങൾ കേൾക്കണം. നമ്മളിവിടെ മുഴുവൻ ആളുകൾ, ഞാൻ പറഞ്ഞ 99% ഓഫ് ക്രിസ്ത്യൻ പ്രീച്ചേഴ്സ് ആർ നോട്ട് പ്രീച്ചിങ് ദ ട്രൂ മെസ്സേജ്. ഞാനും അങ്ങനെ ആണോ എന്ന് എനിക്ക് 100% ഉറപ്പുമില്ല. കാരണം യേശു പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ പ്രസംഗിക്കേണ്ടത് എന്താണെന്ന് യേശു അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോസ്തലന്മാർക്ക് കൊടുത്ത നിയോഗമാണ്. അല്ലെങ്കിൽ സഭ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെവൻലി ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിയോഗം, ഗോ ആൻഡ് പ്രീച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവരാജ്യം പ്രസംഗിപ്പീൻ.
നിങ്ങൾ പോയി രോഗശാന്തി പ്രസംഗിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോയി അത്ഭുതങ്ങൾ പ്രസംഗിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോയി പാപത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞിട്ടില്ല. കർത്താവായ യേശു ഒരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. യേശു ക്രിസ്തു ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഗോ ആൻഡ് പ്രീച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവ രാജ്യം പ്രസംഗിക്കണം. ഇപ്പം നമ്മൾ യേശു ചെയ്തതാണ് ഇവിടുത്തെ 99% സഭകളിലും പ്രസംഗിക്കപ്പെടുന്നത്. പക്ഷെ യേശു ചെയ്തതല്ല പ്രസംഗിക്കപ്പെടേണ്ടത്, യേശു പറഞ്ഞതാണ് പ്രസംഗിക്കേണ്ടത്. ഇവിടെയാണ് നമ്മളുടെ മുഴുവൻ പ്രശ്നവും കിടക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഒരാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുക്കുന്നു? നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണല്ലോ, നിത്യത. വളരെ വളരെ സീരിയസ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൊല്ലത്തൊരു പട്ടണത്തിലൊരു ചേർച്ചുണ്ട്. ആ ചേർച്ച് എറ്റേണിറ്റിക്ക് വേണ്ടി മാത്രം സ്ഥാപിച്ച സഭയാണ്. അതായത് നിത്യത, ലക്ഷ്യം മുഴുവൻ നിത്യതയാണ്. ഞാൻ ആ സഭയോടും ആ സഭാഭാഷയോടും അത് കേൾക്കുന്ന ആരെല്ലാം ഉണ്ടല്ലോ അവരോടും പറയാം, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പരമവിഡ്ഢികളാണ്. നിങ്ങൾ അട്ടർ ഫൂളിഷ് പീപ്പിളാണ്. കാരണം നിങ്ങൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നറിയാതെ നിങ്ങൾ ഉപയോഗശൂന്യരായിട്ടിരിക്കുക. ലോകത്തിൽ ഞാനിങ്ങനെ പറയാം, നമുക്ക് ഒരു ട്രെയിനിൻ്റെ ബോഗി ഉണ്ടാക്കുന്നത്, അതിൻ്റെ എന്താ പറയുന്നത്, ബോഗിയും കോച്ചും ബോഗിയും ഉണ്ടല്ലോ, ഇതുണ്ടാക്കുന്നത് ദീർഘദൂര യാത്ര ചെയ്യാൻ, യാത്രക്കാരെ കൊണ്ടുപോകാനും ഗുഡ്സ് കൊണ്ടുപോകാനും ഒക്കെ. അതേ ബോഗിയെ നമുക്ക് വലിച്ചെടുത്തുകൊണ്ട് നമ്മുടെ പറമ്പിൽ കൊണ്ടുവച്ച് കാടക്കോഴിയെ വളർത്താം. അപ്പം കർത്താവ് എന്ത് പർപ്പസിന് വേണ്ടിയാണോ നമ്മളെ സൃഷ്ടിച്ചത്, ആ പർപ്പസ് നിവൃത്തിയാകാത്ത പക്ഷം നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ സഭ, നമ്മുടെ മിഷൻ യൂസ്ലെസ് ആണ്. യൂസ്ലെസ്, പ്രയോജനരഹിതമാണ്. അപ്പം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിത്യതയിലേക്ക് ആളുകളെ കൊണ്ട്, ഇതൊക്കെ ഇവിടെ നമ്മൾ കാണിക്കുന്ന കുറച്ച് ഗിമിക്സ്. ഇതൊക്കെ നമ്മളെ ദൗത്യമല്ല. ഒരാളെ നിത്യതയിലേക്ക് കൊണ്ടുപോവുക എന്നത് ഒരു ക്രിസ്ത്യാനിയുടെയും ദൗത്യമല്ല. ഇതാദ്യം മനസ്സിലാക്കണം. മനുഷ്യ സൃഷ്ടിയുടെ പർപ്പസ് നിത്യതയിലേക്ക് പോവുക എന്നല്ല. ഇത് കേൾക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നിത്യതയിലേക്ക് പോകുക എന്നതല്ല ഒരു മനുഷ്യ സൃഷ്ടിയുടെ പർപ്പസ്. മനുഷ്യ സൃഷ്ടിയുടെ പർപ്പസ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഏക ലക്ഷ്യം ഭൂമിയിൽ വാഴുക. ഈ പർപ്പസ് അല്ലാതെ വേറെ ഏത് പർപ്പസാണ് മനുഷ്യന് കൊടുത്തേക്കുന്നത്? നാം നമ്മുടെ ചായയിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക, എന്നിട്ട് അവൻ ഭൂമിയെ വാഴട്ടെ. ഇതാണ് ദൈവത്തിൻ്റെ എറ്റേണൽ പർപ്പസ്, എവർ ലാസ്റ്റിംഗ് പർപ്പസ്. Nobody can change it. Nobody can change it. So, ദൈവം തൻ്റെ ശിഷ്യന്മാരെ പ്രസംഗിക്കാൻ അയക്കുമ്പോഴും ഈ രാജ്യത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ യേശു മനുഷ്യനെ വീണ്ടെടുക്കാൻ വന്നു. എന്തിൽ നിന്ന് വീണ്ടെടുത്തു? എന്തായിരുന്നു മനുഷ്യൻ്റെ പാപം? നമ്മൾ പഴം തിന്ന പാപവും പഴത്തൊലി കളഞ്ഞ പാപവും ഒക്കെ ആയിട്ട് പറയും. വാസ്തവത്തിൽ യഥാർത്ഥ പാപം എവിടെയാ മനുഷ്യർക്ക് പ്രശ്നം പറ്റി? വാഴാൻ സൃഷ്ടിച്ചവൻ വാഴ്ചയിൽ നിന്ന് വീഴ്ച പറ്റി. അപ്പോൾ വാഴ്ചയിൽ നിന്ന് വീഴ്ച പറ്റിയവനെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അവനെ സ്വർഗത്തിലെത്തിക്കുക എന്നല്ല. സ്വർഗത്തിലെത്തിക്കുക എന്നല്ല, മറിച്ച് അവൻ വീണ സ്ഥലത്തിലേക്ക് അവനെ പുനഃസ്ഥാപിക്കുക എന്ന. റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നിത്യതയിലെത്തിക്കുക എന്നല്ല. നിത്യതയിലെത്തിക്കുക എന്നല്ല, മറിച്ച് ദൈവം മനുഷ്യനെ കൊടുത്ത വീണ്ടെടുപ്പ് വീഴ്ചയിൽ നിന്ന് അവനെ വാഴ്ചയിലെത്തിക്കുക എന്ന. വാഴ്ച എവിടുന്നാ വീണത്? അവിടെ തന്നെ തിരിച്ചു വരണം. അപ്പോൾ ഹ്യൂമാനിറ്റിയുടെ പർപ്പസ് മാറാതെ കിടക്കുക. ആ വാഴ്ച സാധ്യമാക്കാനാണ് യേശു വീണ്ടും വന്നത്. യേശുവിൻ്റെ മനുഷ്യർക്ക് വരുത്തിയ പാപമോചനം എന്താ പാപം? ദൈവത്തോട് മത്സരിച്ചു പോയി. കിങ്ഡം ഓഫ് ഗോഡിൽ നിന്ന് സെപ്പറേറ്റ് ആയിപ്പോയി. ദൈവരാജ്യത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിപ്പോയ മനുഷ്യനെ, പിതാവിൽ നിന്ന് സെപ്പറേറ്റ് ആയിപ്പോയപ്പോൾ മത്സരിച്ചു പോയ മനുഷ്യനെ പിതാവിനോട് അടുപ്പിക്കുന്നു. സെപ്പറേഷനാണ് ഏറ്റവും വലിയ പാപം.
ആ സ്പ്ലിറ്റാണ് പാപം. അതിൻ്റെ റിസൾട്ടാണ് മരണം. ആ സ്പ്ലിറ്റ്, അതായത് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ വിച്ഛേദനമാണ് പാപമെങ്കിൽ ആ വിച്ഛേദിക്കപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് മരണം. പാപവും പാപത്താൽ മരണവും. അപ്പം ബന്ധം മുറിഞ്ഞുപോയി, അതാണ് സിൻ. അല്ലാതെ പഴം തിന്നു അനുസരണം ഇതൊക്കെ അതിനകത്ത് സംഭവങ്ങളാണെങ്കിലും ആ കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി. ദാറ്റ് ഈസ് സിൻ. ആൻഡ് ബിക്കോസ് ഓഫ് ദ സിൻ ഡെത്ത് സംഭവിച്ചു. ദ റിസൾട്ട് ഓഫ് ദ സിൻ ഇസ് ഡെത്ത്. അപ്പം ഇത് തിരിച്ചു വരുവാണെങ്കിൽ വീണ്ടും പിതാവ് തൻ്റെ പുത്രൻ മുഖാന്തരം സകല ലോകത്തെ നിരപ്പിച്ചു. പാപങ്ങൾക്ക് എന്നേക്കുമായി പരിഹാരം വരുത്തി. പാപങ്ങൾക്ക് എന്നേക്കുമായി പരിഹാരം വരുത്തിയിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഗോ ആൻഡ് പ്രീച്ച് ദ ഫൊർഗീവ്നെസ് ഓഫ് സിൻ എന്ന് പറഞ്ഞു. എന്താ അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ പോയി പാപമോചനം പ്രസംഗിക്കാൻ പറഞ്ഞു. എന്താ പാപമോചനം എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ഓൾറെഡി പാപങ്ങളുടെ മോചനം നടന്നു കഴിഞ്ഞു എന്ന ഗുഡ് ന്യൂസ് പ്രസംഗിക്കാൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സഭ തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്യമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അതുകൂടെ അങ്ങ് പറയാം. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ അരാമിക് വേർഷൻ, ഒരു അരാമിക് കമൻട്രി ഉണ്ട്. അതായത് ജോൺ ദ ഗോസ്പലിൻ്റെ ഒറിജിനൽ ട്രൂ അരാമിക് ജോണിൻ്റെ കമൻട്രി, അതൊരു ജൂയിഷ് റബിയാണ് എഴുതിയേക്കുന്നത്. ആ ജൂയിഷ്, കാരണം യേശുവും അപ്പോസ്തലന്മാരും ഉപയോഗിച്ച ഭാഷ അരാമിക് ഭാഷ. ഈ എലി ലമ ശബക്തനി എന്നൊക്കെ പറയുന്നതെല്ലാം അരാമിക് ലാംഗ്വേജാണ്. അപ്പോൾ ആ ഭാഷയിൽ യഹൂദന്മാരെ ഭയപ്പെട്ട്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലരുടെയൊക്കെ ധാരണകൾക്ക് ഒരു മാറ്റം വരുത്താൻ ചാൻസ് ഉണ്ട്. യഹൂദന്മാരെ ഭയപ്പെട്ട് ഈ ശിഷ്യന്മാർ വാതിൽ അടച്ചിരിക്കെ യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. നമുക്കറിയാം, അവിടെ എഴുതി വെച്ചിരിക്കുന്നു, യഹൂദന്മാരെ ഭയപ്പെട്ട് വാതിൽ അടച്ചിരിക്കെ. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സംഭാഷണത്തിൻ്റെ ഒടുവിൽ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അത് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അത് നിർത്തപ്പെട്ടിരിക്കും. ഇത് ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട് വ്യാഖ്യാനിക്കപ്പെട്ട ഒരു വാക്യമാണ്. പലരും പല നിലയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എൻ്റെ കേൾവിക്കാർക്ക് അത് അറിയാം, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ട്രൂ മീനിങ് ഞാൻ പറയുകയാണ്. ഈ വാക്യം എടുത്ത് നമ്മൾ പറയാറുണ്ട്, മനുഷ്യർക്ക് മനുഷ്യൻ്റെ പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ടെന്ന് തെളിയിക്കുക. ഞാൻ ഒരു കാര്യം ഉറപ്പിക്കാം, ഒരു പാപം എന്നോട് ചെയ്താൽ, അതായത് ഇപ്പോൾ ഒരു സഹോദരൻ എനിക്ക് നേരെ ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റത്തെ ക്ഷമിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അത് ക്ഷമിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം 100% എനിക്കുണ്ട്. അതായത് ഒരു സഹോദരൻ എന്നോട് ഒരു ദിവസം 70 വട്ടം പിഴച്ചാലും ക്ഷമിച്ചു കൊടുക്കേണ്ട ദൗത്യം എനിക്കുണ്ട്. ഇപ്പം മനുഷ്യർക്ക് പാപങ്ങൾ ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ക്ഷമിക്കാൻ പറ്റും. എങ്ങനെ? ആ വ്യക്തിയോട് ചെയ്ത പാപം ക്ഷമിക്കാൻ മനുഷ്യർക്ക് അധികാരമുണ്ട്. അല്ലാതെ വേറെ ഒരാൾക്കോട് ചെയ്തപ്പോൾ ഞാൻ വേറൊരുത്തൻ്റെ തലയ്ക്ക് ഒരടി കൊടുത്തു, എന്നിട്ട് ഞാൻ വേറൊരാളോട് പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അത് ക്ഷമിക്കാൻ അധികാരം ഭൂമിയിൽ ആർക്കില്ല. അപ്പോൾ ഇവിടെ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ പറയുമ്പോൾ, ആത്മാവ്, ഞാൻ ഈ പറയുന്നത് സന്തോഷമുണ്ടെങ്കിൽ കേൾക്കുക. ഇവർ എവിടെ ഇരിക്കുക? യഹൂദന്മാരെ ഭയപ്പെട്ട് വാതിൽ അടച്ചിരിക്കുക. ഈ വാതിൽ അടച്ചിരിക്കെ ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് യേശു പറയാം, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ നിർത്തപ്പെട്ടിരിക്കും. എന്താണെന്നറിയാൻ അർത്ഥം? ഇവിടെ മോചിക്കുക, നിർത്തുക എന്ന ഈ 2 പദങ്ങൾ, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അത് ക്ഷമിക്കപ്പെടും, ആരുടെ പാപം നിർത്തുന്നുവോ അത് നിലനിൽക്കും. ഈ പറയുന്ന പദങ്ങളിൽ ഉപയോഗിക്കുന്ന അറാമിക് വാക്ക്, അതിൻ്റെ അർത്ഥം ഇതാണ്, യഹൂദന്മാരെ ഭയപ്പെട്ട് വാതിലടച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കൊടുത്ത മീനിങ്, അറാമിക് ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് യഹൂദന്മാരോടുള്ള ഭയവും കാരണം അവർക്ക് നേരെ വാതിലടച്ചു എന്നാണ് ആ അർത്ഥം. അതായത് ഈ ശിഷ്യന്മാരെ ദൈവം ഏൽപ്പിച്ച ദൗത്യം ക്രൂശിൽ സംഭവിച്ച ക്രൂശ് മരണത്തിൻ്റെ റിസൾട്ട് ലോകത്തോട് പറയാൻ. ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പാപങ്ങളുടെ മോചനവും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പും
സർവ്വലോകത്തിൻ്റെ നിരപ്പും ക്രൂശിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന ഗുഡ് ന്യൂസ് പറയുന്ന ദൗത്യമാണ് അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചത്. വേറെ ആരുടെയും കൊടുത്തിട്ടില്ല. അത്രയും ഗ്രൂപ്പിൻ്റെ കയ്യിലേ കൊടുത്തിട്ടുള്ളൂ. ഈ ഗ്രൂപ്പ് ഇത് പറയാതെ, അല്ലെങ്കിൽ ഇതിന് സജ്ജരാകാതെ, ഇതിനു വേണ്ടി മനസ്സ് കാട്ടാതെ, ഈ ആരോട് പാപമോചനം പ്രസംഗിക്കണോ ആ ജനത്തിന് നേരെ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നു. ഇതാണ് സന്ദർഭം. അപ്പം വാതിൽ കൊട്ടിയടച്ചിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾ എന്തിനെ പേടിച്ച് വാതിൽ അടച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് പകരം ആ മനുഷ്യർ ചെയ്ത ക്രിയയെ ദൈവം പറയുകയാണ്, നോക്കിക്കേ, നിങ്ങളുടെ കയ്യിലാണ് പാപമോചനത്തിൻ്റെ സന്ദേശം ഇരിക്കുന്നത്. ഇതാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളുടെ കൈവശമാണ് മനുഷ്യരാശിയുടെ നിരപ്പിൻ്റെ സന്ദേശം ഇരിക്കുന്നത്. പാപങ്ങൾക്ക് മോചനം സംഭവിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഈ പ്രപഞ്ചത്തിൽ അറിയാവുന്ന ഏക ഗ്രൂപ്പ് ഈ മുറിയിലിരിക്കുന്ന നിങ്ങളാണ്. നിങ്ങൾ വാതിൽ കൊട്ടിയടച്ചാൽ, നിങ്ങൾ വാതിലടച്ചാൽ മനുഷ്യരുടെ പാപങ്ങളുടെ വാതിൽ അടഞ്ഞിരിക്കും. നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങൾ വാതിൽ തുറന്നാൽ അവരുടെ പാപങ്ങൾക്ക് വഴികൾ തുറന്നിരിക്കും എന്നർത്ഥം. അതായത് ഈ മെസ്സേജ് നിങ്ങളുടെ കയ്യിലേ ഉള്ളൂ. ഇത് നിങ്ങൾ ഇവിടെ വെച്ചാൽ, ഇത് ഭയന്ന് നിങ്ങൾ ആ വാതിൽ അടയ്ക്കുക എന്ന പദം തന്നെയാണ് ഈ താഴെയും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മനുഷ്യരുടെ പാപങ്ങൾക്ക് വന്ന പാപമോചനത്തിൻ്റെ മെസ്സേജ് സർവ്വലോകത്തിനും കൊടുക്കാൻ വിളിക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ 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 വാതിലടച്ചിരുന്നാൽ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടാതിരിക്കും. നിങ്ങൾ വാതിൽ തുറന്നാൽ അവരുടെ പാപങ്ങൾക്ക് മോചനമുണ്ടാകും എന്നാണ് ആ വാക്കിൻ്റെ പ്രധാനമായ അർത്ഥം. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയ എൻ്റെ വിഷയം അതല്ല. അപ്പം ദൈവവുമായുള്ള ബന്ധം കട്ടായിപ്പോയ മനുഷ്യർക്ക് ബന്ധത്തെ വീണ്ടും റെസ്റ്റോറാക്കി. എന്തിനെ റെസ്റ്റോറാക്കി? ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി. അപ്പൊ ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി. ഇനി ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ആ ടൈറ്റിലേക്കൊന്ന് വരിക. ഞാൻ പറഞ്ഞ ടൈറ്റിൽ ഇങ്ങനെയാണ്: മദ്യപാനി സ്വർഗത്തിൽ പോകുമോ? ശരിയാണോ തെറ്റാണോ? സ്വർഗത്തിൽ പോകും, ശരിയാണോ തെറ്റാണോ? ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. നമ്മുടെ ആളുകളൊക്കെ സാധാരണ സുവിശേഷ റാലി നടത്തുമ്പോഴും പരസ്യയോഗങ്ങൾ നടത്തുമ്പോഴും ആത്മീയതയൊക്കെ ഇച്ചിരി കൂടിയ ആളുകൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലെ മതിലിനുമൊക്കെ സർവ്വസാധാരണമായിട്ട് പ്രദർശിപ്പിക്കുന്ന വാക്യങ്ങളിൽ ഒന്നാണ് മദ്യപാനി സ്വർഗരാജ്യം അവകാശം ആക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ, ഇവിടുത്തെ വാക്യങ്ങൾ എത്ര വികലമായിട്ടാണ് വ്യാഖ്യാനിച്ചു പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. യേശുവും അപ്പോസ്തലന്മാരും, ഞാൻ പറഞ്ഞല്ലോ, യേശു പ്രസംഗിക്കാൻ വിട്ടത് ദൈവരാജ്യം. ദൈവരാജ്യം. യേശു ശിഷ്യന്മാരെ പ്രസംഗിക്കാൻ വിട്ടത് സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിക്കാനല്ല, സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ്. അപ്പൊ സ്വർഗരാജ്യം എന്നത് സ്വർഗം എന്നതും രണ്ടും രണ്ടാണ്. ഒന്നുകൂടെ പറയാം, സ്വർഗം എന്നതും സ്വർഗരാജ്യം എന്നതും രണ്ടും രണ്ടർത്ഥ തലങ്ങളാണ്, രണ്ട് ലൊക്കേഷനാണ്, രണ്ട് സിസ്റ്റമാണ്, രണ്ട് റലമാണ്. സ്വർഗം, വിശുദ്ധ ബൈബിൾ പറഞ്ഞു, സ്വർഗം ദൈവത്തിൻ്റെ സ്വർഗമാകുന്നു. ഭൂമിയെയോ അവൻ അത് മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ശിഷ്യന്മാർ പറഞ്ഞില്ലെങ്കിൽ ലോകത്തിന്റെ പാപങ്ങൾ ക്ഷമിക്കില്ലേ? അങ്ങനല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പാപമോചനം സംഭവിച്ചത് തെറ്റിദ്ധരിക്കരുത്. പാപങ്ങളുടെ മോചനം സംഭവിച്ചു കഴിഞ്ഞു എന്ന ക്രൂശിന്റെ മെസ്സേജ് ആകെ ഉള്ളത് ഈ ശിഷ്യന്മാരുടെ കയ്യിൽ മാത്രമാണ്. ഈ ശിഷ്യന്മാർ പോയി ഈ ജനത്തോട് പറയണം, നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് നിരപ്പ് വന്നിരിക്കുന്നു. ഇതാ ഗുഡ് ന്യൂസ്. ഈ ഗുഡ് ന്യൂസ് അവർക്ക് പറയാത്തിടത്തോളം കാലം അവരവരുടെ പാപത്തിൽ തന്നെ തുടരുകയും പാപത്തിൽ തന്നെ അവസാനിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ക്രൂശിന്റെ ബെനിഫിറ്റ് അനുഭവിക്കാതെ മരിക്കും. അതുകൊണ്ട് പാപമോചനം അവർക്ക് സാധ്യമാകണമെങ്കിൽ അത് ശിഷ്യന്മാർ തുറന്നു പറഞ്ഞെങ്കിലേ പറ്റൂ എന്നതാണ് ഞാൻ അർത്ഥമാക്കിയത്. ഞാൻ അതിൽ നിന്ന് തിരിച്ചു വരിക. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യം പ്രസംഗിച്ചു. അപ്പൊ രാജ്യത്തിന്റെ മെസ്സേജ് ഞാൻ പറയാം. അപ്പം ഈ രാജ്യം പ്രസംഗിക്കാൻ വിട്ടു. സ്വർഗം എന്ന് പറയുന്നതും സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അപ്പൊ സ്വർഗം ദൈവത്തിന്റെ സ്വർഗവും ഭൂമി മനുഷ്യർക്കുള്ളതുമാണ്. ദൈവം ഒരിക്കലും ഭൂമിയിൽ വന്ന്, ആത്മാവായ ദൈവം
മനുഷ്യനെ കൂടാതെ ഒന്നും ചെയ്യാറില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം മനുഷ്യനെ കൂടാതെ ഭൂമിയിൽ ഒന്നും ചെയ്യാറില്ല. 400 വർഷത്തെ അടിമത്തം കഴിഞ്ഞ് ഇസ്രായേലിനെ വിടുവിക്കാൻ ദൈവം പുറപ്പെടുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അവരുടെ കഷ്ടത കണ്ടു, കണ്ണുനീർ കണ്ടു, നിലവിളി കേട്ടു, ഞാൻ അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ആകയാൽ നീയും കൂടെ വരണമെന്ന്. എടാ, ഞാൻ വിടുവിക്കാൻ വന്നേക്കുന്നു, പക്ഷെ മോശെ നീ ഇല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. സോ ഈവൻ ദോ ഐ ആം എ സർവശക്തിയുള്ള ദൈവമാണെങ്കിൽ കൂടെ ഐ കനോട്ട് മൂവ് ഇൻ ടു ദിസ് ഈജിപ്റ്റ്, അല്ലെങ്കിൽ ഈജിപ്തിനകത്തേക്ക് എനിക്ക് നിന്നെ കൂടാതെ പ്രവേശിക്കാൻ പറ്റില്ല. നിന്റെ വായും നിന്റെ കൈയും നിന്റെ കാലും നിന്റെ ഉടലും എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ, ഞാൻ ആത്മാവായ ദൈവമാണ്, ഞാൻ നിന്നെ കൂടാതെ ഇവിടെ ചലിക്കത്തില്ല. കാരണം ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു എന്നത് ഹെവന്റെ പ്രോട്ടോകോളാണ്. ഹെവന്റെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് മാറത്തില്ല. ദൈവം പറഞ്ഞാൽ പിന്നെ മാറത്തില്ല. ഒരു പ്രാവശ്യം മനുഷ്യർക്ക് ആ ഭൂമി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വന്ന് മനുഷ്യന് വേണ്ടി ഇടയ്ക്ക് കയറി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം ചെയ്ത് ദൈവം ഒരു കാലത്ത് മൂവ് ചെയ്യത്തില്ല. നമ്മളിവിടെ ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിക്കുന്നു. ദൈവം വരുന്നില്ലല്ലോ എന്നൊക്കെ ഇവിടെ നിലവിളിക്കുന്നില്ല. എന്താ ദൈവം വരാത്തത്? ദൈവം വരില്ല. ഇപ്പൊ കോവിഡിന്റെ കാലം വന്ന് ദൈവം എന്ത് ചെയ്യുന്ന എല്ലാവരും ചോദിക്കുക. ദൈവം നമ്മളെല്ലാം വിചാരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ദൈവം ഇറങ്ങി വരൂല്ല. ദൈവം ഇന്ന് ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അവിടുത്തെ വിശുദ്ധന്മാരിലൂടെ സഭയിലൂടെ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മൾ രാത്രി വന്ന് തൊടും, അർദ്ധരാത്രി തൊടും, അങ്ങനൊന്നും ദൈവത്തിന്റെ കാര്യപരിപാടിയില്ല. ദൈവം മനുഷ്യന് കൊടുത്ത ഭൂമിയിൽ ആ പ്രോട്ടോകോളിലെ മൂവ് ചെയ്യത്തുള്ളൂ. അപ്പൊ സ്വർഗം ദൈവത്തിന്റെ സ്വർഗമാ, അത് ഹയർ ഡയമെൻഷനാണ്. അതിനെക്കുറിച്ച് പഠിക്കുന്ന വേദപണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഭൂമി 3 ഡയമെൻഷനേ ഉള്ളൂ. 3D വേൾഡ് ആണെങ്കിൽ സ്വർഗത്തിൽ 27 ഡയമെൻഷൻസ് ഉണ്ടെന്നാ. 27 ഡയമെൻഷൻസാ ഹെവൻ എന്നാണ് അവർ പറയുന്നത്. അത് എറ്റേണിറ്റിയെ കുറിച്ചുള്ള പഠനമാണ്. 27 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ കാണാനുള്ള കണ്ണേ നമ്മുടെ കണ്ണിനുള്ളൂ. 4ാമത്തെ ഡയമെൻഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണൊന്നും ചുക്കിനും കൊള്ളൂല. 4ാമത്തെ ഡയമെൻഷനെ വിശ്വാസം എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. 5ാമത്തെ ഡയമെൻഷൻ സ്നേഹമാണ്. 6ാമത്തെ ഡയമെൻഷൻ ഗോഡ്സ് വിസ്ഡമാണ്. ഒന്നുകൂടെ പറയാം, 4ാമത്തെ ഡയമെൻഷൻ ഫെയ്ത്താണ്. 5ാം ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പം വിശ്വാസത്തെക്കാൾ വലുതാണ് സ്നേഹം. വിശ്വാസത്തിന്റെ മുകളിലാണ് സ്നേഹം. ദൈവം നമ്മളെ രക്ഷിച്ചത് വിശ്വാസത്താലല്ല. ദൈവം നമ്മെ രക്ഷിച്ചത് തൻ്റെ സ്നേഹത്താലാണ്. ക്രൂശിൽ ദൈവം വെളിപ്പെടുത്തിയത് വിശ്വാസമല്ല, ക്രൂശിൽ ദൈവം വെളിപ്പെടുത്തിയത് സ്നേഹമാണ്. സ്നേഹം വിശ്വാസത്തെക്കാൾ മുകളിലാണ്. അപ്പം നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഫെയ്ത്തിനേക്കാൾ മുകളിലാക്കും. അതുകൊണ്ടാണ് നമ്മുടെ ലവ് വെളിപ്പെട്ടാൽ വിശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു പോവുകയാണ്. വിശ്വാസം എന്ന പ്രോബ്ലം അവസാനിച്ചു പോവുകയാണ്. എപ്പോഴൊക്കെ നമ്മുടെ ഫെയ്ത്ത് വളരുമോ, എപ്പോഴൊക്കെ നമ്മുടെ ലവ് വളരുമോ, അന്നേരം ഫെയ്ത്ത് താഴെ പോവും. അപ്പൊ ക്രൈസ്റ്റ് മൂവ് ചെയ്തത് ഒരിക്കലും ഫെയ്ത്തിലല്ല, തെറ്റിദ്ധരിക്കരുത്. ക്രൈസ്റ്റ് ചലിച്ചത് വിശ്വാസത്തിലല്ല, ക്രൈസ്റ്റ് ചലിച്ചത് സ്നേഹത്തിലാണ്. അവന് കല്ലറയുടെ വാതൊക്കെ വന്നിട്ട് രക്തം ചെയ്യും, രക്തം, ഹല്ലേലൂയ, കത്തട്ടെ, ഇപ്പൊ തന്നെ വെളി വരട്ടെ, ഇപ്പൊ തന്നെ ലാസർ വെളി ഇങ്ങനെ നമ്മൾ കാണിക്കുന്നതൊന്നും കാണിച്ചില്ല. യേശു അവിടെ നിന്ന് കരഞ്ഞെന്നാണ്. ലാസറിന്റെ കല്ലറയ്ക്ക് വന്ന് യേശു കരഞ്ഞെന്നാണ്. ആ കരഞ്ഞതിന്റെ അർത്ഥം സ്നേഹിച്ചെന്നാണ്. അതായത് 4ാമത്തെ ഡയമെൻഷനിലാണ് ഈ പെരുപ്പ്. ഇപ്പൊ വിടുതൽ ഇപ്പൊ തന്നെ നടക്കും, ഇപ്പൊ താണ്ട പിടിച്ചോ, ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ ഈ 3ാം ഡയമെൻഷനിൽ 4 കയറിയതിന്റെ ബഹളമാണ്. ക്രൈസ്റ്റ് മൂവ് ചെയ്തത്, ഈ ഭൂമി മൂവ് ചെയ്തത് ആ 5ാമത്തെ ഡയമെൻഷൻ സ്നേഹത്തിലാണ്. അതാണ് സ്വർഗത്തിന്റെ ഏറ്റവും ബേസ്. സ്വർഗത്തിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ലവ് ആണ്. അപ്പൊ സ്നേഹത്തിന്റെ കീഴെയാണ് വിശ്വാസം എന്നുള്ള കാര്യം മറന്നുപോകരുത്. അപ്പൊ നമ്മുടെ ഇവിടെ നടക്കുന്ന സകല യുദ്ധവും വിശ്വാസത്തിന് വേണ്ടി യുദ്ധം. ആ വിശ്വാസത്തിന്റെ യുദ്ധം അവസാനിക്കണമെങ്കിൽ അതിന്റെ മുകളിൽ സ്നേഹം വ്യാപരിച്ചാൽ മതി. അതുകൊണ്ടാണ് ബൈബിൾ തന്നെ പറയുന്നത്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുക, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. വിശ്വാസം കഴിഞ്ഞാൽ അടുത്തത് പ്രത്യാശയാണ്, പ്രത്യാശ കഴിഞ്ഞ സ്നേഹം. ഇതിൽ വലുത് സ്നേഹമാണ്. കാരണം സ്നേഹം 5th ഡയമെൻഷൻ. ആ ഡയമെൻഷൻ ഉണ്ടെങ്കിൽ ഏത് കൊടുംപാവിയെ രക്ഷിക്കാൻ പറ്റും. വിശ്വാസത്തിൽ ഒരു പാവിയെ രക്ഷിക്കാൻ പറ്റില്ല. വിശ്വാസത്തിന് അവരുടെ സഭക്കാരെ മാത്രമേ രക്ഷിക്കാൻ പറ്റൂ.
എൻ്റെ പ്രസംഗം നീ വിശ്വസിക്കാമെങ്കിൽ നിനക്ക് രക്ഷ. വിശ്വാസത്തിൻ്റെ പേരിലല്ല ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. വിശ്വാസം ഒരു സത്യത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വാസം ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ക്രൈസ്തവ സഭ വിശ്വാസത്തിൻ്റെ പേരിലല്ല അറിയപ്പെടേണ്ടത്. ക്രൈസ്തവ സഭ സ്നേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടേണ്ടത്. ദൈവരാജ്യത്തിൻ്റെ അകത്തെ കൾച്ചറിലെ നമ്പർ 1 കൾച്ചർ ലവ് ആണ്. ദൈവരാജ്യത്തിനകത്തോട്ട് എൻ്റർ ആകാനുള്ള വെറും പാസ് മാത്രമാണ് ഫെയ്ത്ത്. നമ്മളൊരു ബിൽഡിങ്ങിനകത്തോട്ട് കയറുമ്പോൾ ഒരു പാസ് ഉണ്ട്, ആ പാസ് മാത്രമാണ് ഫെയ്ത്ത്. പക്ഷെ അതിനകം ഫങ്ഷൻ ആകുന്നത് ലവിലാണ്. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഒരിക്കലും അകത്ത് കയറിയവരാരും വിശ്വാസത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യത്തില്ല. വിശ്വാസത്തിന്റെ പേരിൽ ഇന്നും ആളുകൾ തമ്മിൽ തല്ലുന്നെങ്കിൽ ഓർത്തോണം, കള്ള തല്ലുകൂടുന്നെങ്കിൽ ഓർത്തോണം, അവർ ഇന്ന് വരെ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിച്ചിട്ടില്ല. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കള്ള ഉപദേശം. എടാ മോനെ, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. ജോമോനെ എരിപ്പോടിനെ ദൈവം അങ്ങ് അനുഗ്രഹിക്കട്ടെ. നിന്നെ നിന്റെ തലമുറയെ അനുഗ്രഹിക്കട്ടെ. കാരണം നിനക്ക് ചെവി ദൈവം തന്നെങ്കിൽ നീ കേൾക്കാനിരിക്കുക. ഗോഡ് ബ്ലസ് യു. അടുത്തത്, ഈ ലവിൽ നമ്മൾ ചലിക്കണം. ഇനി നമ്മൾ വിശുദ്ധ ബൈബിളിൽ കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിലും 1 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിലും അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് 27 ഡയമെൻഷൻസ്, അതിന് ഇപ്പം ഈ ഇതിനകത്ത് പറ്റൂല, ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിലും 6-ാം അധ്യായം, എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം, ഇങ്ങനെ പല റെഫറൻസുകളുണ്ട്. നിങ്ങൾക്കൊരു ക്രോസ് റെഫറൻസിന് വേണ്ടി പോയാൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുന്ന ലിസ്റ്റുകളുണ്ട്. ഞാൻ അതിനകത്ത് ഒരു പ്രമുഖ ലിസ്റ്റ് എടുക്കാം. എനിക്ക് ഒന്നിച്ചിരി നീളം കൂടിയ ലിസ്റ്റ് നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് കാണുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആ ലിസ്റ്റ് നമ്മളിത് എടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് സ്വർഗവുമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, 5-ാം അധ്യായത്തിൽ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ. ഈ ന്യായപ്രമാണത്തിന് തന്നെ 2 പ്രവൃത്തിയുണ്ട്. ന്യായപ്രമാണത്തിന് 2 പ്രവൃത്തിയുണ്ട്. 1 നല്ല പ്രവൃത്തി, 1 ഗുഡ് വർക്ക്, 2 ഡെഡ് വർക്ക്. ഈ ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ ഇല്ല, ഇപ്പോൾ ന്യൂ ടെസ്റ്റമെന്റിൽ ഇല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ നല്ലത് തീയത്, ഇത് ഞാൻ ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം. നല്ലത് തീയത് എന്ന ഒരു പ്രമാണം പുതു നിയമത്തിൽ ഇല്ല. ഒന്നുകൂടെ പറയാം. നല്ലവൻ തീയത്, നല്ലത് തീയത്, ഗുഡ് ആൻഡ് ബാഡ് എന്ന ഒരു സിസ്റ്റം പുതു നിയമത്തിൽ ഇല്ല. പുതു നിയമം ചലിക്കുന്നത് ഗുഡ് ആൻഡ് ബാഡിലല്ല. പുതുനിയമത്തിലെ ഒരു ഉപദേശവും നല്ലത് തീയത് എന്നതിൽ അല്ല, മറിച്ച് പുതുനിയമത്തിലെ സകല ഉപദേശവും ജീവനിൽ അടിസ്ഥാനപ്പെട്ടതാണ്. മനസ്സിലായോ? അതായത് അവൻ കൊള്ളില്ല, ആള് കൊള്ളില്ല, ആ കൊള്ളില്ല കൊള്ളാം എന്ന ഒരു സിസ്റ്റം കർത്താവിൻ്റെ രാജ്യത്തിനകത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആ ബ്രദർ കൊള്ളാം, ഈ ബ്രദർ കൊള്ളത്തില്ല, ഈ കൊള്ളാം കൊള്ളില്ല, നല്ലത് തീയത്, ഇത് ഒരു കാലത്തും ക്രിസ്തുവിൻ്റെ സഭയിലുമില്ല, ക്രിസ്തുവിൻ്റെ സഭയിലൂടെ സ്ഥാപിക്കപ്പെടുന്ന രാജ്യത്തിലുമില്ല. ഇത് നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും കുറിച്ച് വെക്കണം. There is no good and bad in the kingdom of God or in the church. അപ്പൊ രാജ്യത്തിൽ നല്ലതും തീയതും ഇല്ല. പിന്നെന്താ അവിടെ ഉള്ളത്? പിന്നെ അവിടെ ഉള്ളത് ജീവനുണ്ടോ മരണമുണ്ടോ, ഇത്രേ ഉള്ളൂ. അതായത് whether it is life or death, not good or bad. നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞത്, ഞാൻ ടോക്കിംഗ് ടു ദ കിങ്ഡം പീപ്പിൾ. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു വരാം. ഞാൻ ദൈവരാജ്യത്തിൻ്റെ ജനറേഷനോടെ സംസാരിക്കുന്നത്. നിങ്ങൾ മൂവ് ചെയ്യേണ്ടത് നല്ലതിലും തീയതിലും അല്ല. നിങ്ങൾ നല്ലതിലും തീയതിലുമാണ് ഇനിയും ചലിക്കുന്നെങ്കിൽ
നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന റിസൾട്ട് മരണമായിരിക്കും. കാരണം എവിടെ നല്ലതും തീയതും ഉണ്ടോ അവിടെ മരണം വ്യാപരിക്കും. ഡെത്ത് വിൽ ബി ദ ഡെസ്റ്റിനേഷൻ ഫോർ ദാറ്റ് സിസ്റ്റം. നല്ലത് തീയത് എന്ന നിലയിൽ നിങ്ങൾ ഒരിക്കലും ഒരു ബന്ധം നല്ലതാണോ തീയതാണോ, ആ വ്യക്തി നല്ലതാണോ തീയാണോ, ഉപദേശം നല്ലതാണോ, നോ 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 നോ. നിങ്ങൾ സ്റ്റിൽ യു ആർ ഇൻ ദ ഓൾഡ് കവനന്റ്. യു ആർ അണ്ടർ ദ ഡൊമിനിയൻ ഓഫ് ഡെത്ത്. യു വിൽ പ്രൊഡ്യൂസ് ഡെത്ത്. ഇവിടെ വന്നിട്ട് നമ്മൾ നല്ലതാണ് തീയതാന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, നിങ്ങൾ മൂവ് ചെയ്യുന്നത് മരണത്തിലാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ സഭ, നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ ബന്ധങ്ങൾ മരിച്ചിരിക്കും. ആ മരണം സംഭവിച്ചിരിക്കും. കാരണം നല്ലതിലും തീയതിലും അല്ല ബന്ധങ്ങൾ പോകേണ്ടത്, നല്ലതിലും തീയതിലും അല്ല സഭ പോകേണ്ടത്, നല്ലതിലും തീയതിലും അല്ല കുടുംബം പോകേണ്ടത്. കുടുംബവും സഭയും സമൂഹവും പോകേണ്ടത് ജീവന്റെ പ്രമാണത്തിലാണ്. ആ വ്യക്തിയുടെ പ്രസംഗം ഒരുത്തിന് ജീവൻ കൊണ്ടുവരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആ വ്യക്തിക്ക് ജീവനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവൻ നല്ലതാണോ തീയതെന്ന് നമുക്ക് വിഷയമല്ല. ആ വ്യക്തിക്ക് ലൈഫ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ ആ ആൾ ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്നർത്ഥം. അയാൾ ശരിയാണോ, അയാളുടെ ഇരിപ്പ് ശരിയാണോ, അയാളുടെ ഉടുപ്പ് ശരിയാണോ, അയാളുടെ മീശ ശരിയാണോ, മുടി ശരിയാണോ, അങ്ങയുടെ പുരികം ശരിയാണോ, അങ്ങയുടെ കാതിനകത്ത് കമ്മലുണ്ടോ, കടുക്കനുണ്ടോ, അങ്ങർക്ക് പല്ല് കമ്പി ഇട്ടിട്ടുണ്ടോ, അത് സ്വർണ്ണപ്പല്ലാണ്. നിങ്ങൾ ഇതിൻ്റെ പുറകെ നടന്ന നിങ്ങൾ മരണത്തിൻ്റെ വാഹകരാണ്. മരണവാഹിയായ കൊറോണയാണ് നിങ്ങളൊരു വെറും വൈറസ് മാത്രമേ ആകത്തുള്ളൂ. ഇന്ന് ക്രിസ്തുവിൻ്റെ സഭ ഇത്രയും പ്രതിസന്ധിയിൽ പോകാൻ കാരണം എന്താ? മുഴുവൻ സഭയും പോകുന്നത് നല്ലതിലും തീയതിലുമാണ്. ഗുഡ് ആൻഡ് ബാഡിലാണ് പോകുന്നത്. അപ്പോൾ ഇതിനൊരു അവസാനം ഉണ്ടാകണം. എന്നിട്ട് അതിനകത്ത് ജീവൻ വ്യാപരിക്കാൻ തുടങ്ങണം. ലൈഫ് അതിനകത്തുണ്ടോ എന്ന് നോക്കണം. അപ്പം ന്യായപ്രമാണത്തിൻ്റെ രണ്ട് പ്രവൃത്തി, ഒന്ന് ഗുഡ് വർക്ക്, രണ്ട് ബാഡ് വർക്ക്. അപ്പോസ്തലനായ പൗലോസ് ജഡത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നതിനകത്ത് ജഡത്തിൻ്റെ പ്രവൃത്തിക്കകത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ തന്നെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഗുഡും ഉണ്ട്, രണ്ട് ബാഡും ഉണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പൗലോസ് ജഡത്തിൽ പ്രശംസിക്കുന്നുണ്ട്. ഞാൻ ഇസ്രായേലിയൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, പരീശനിൽ ജനിച്ച പരീശൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ശുഷ്കാന്തി നിമിത്തം സഭയെ ഉപദ്രവിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ജഡത്തിലുള്ള നല്ല കാര്യം പറയുന്നുണ്ട്. ആ ജഡത്തിലുള്ള നല്ല കാര്യം, അപ്പം ജഡത്തിലും ഗുഡ് വർക്കുണ്ട്, ജഡത്തിൽ ബാഡ് വർക്കും ഉണ്ട്. ഇത് രണ്ടും മരണഹേതുവാണ്. അപ്പം ജഡത്തിൽ നീ നല്ലത് ചെയ്താലും അത് മരണം കൊണ്ടുവരും, ജഡത്തിൽ നീ തീയത് ചെയ്താലും അത് മരണം കൊണ്ടുവരും. ജഡത്തിൽ നീ കള്ളു കുടിച്ചാലും നീ മരിക്കും, ജഡത്തിൽ നീ ഉപവാസം ഇരുന്നാലും മരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ജഡത്തിൽ നീ ഒരാളെ തല്ലിയാലും നീ ചാകും, അത് മരണം കൊണ്ടുവരും. ജഡത്തിൽ നീ ഒരാളെ തലോടിയാലും അത് മരണമായിരിക്കും. അപ്പം ജഡത്തിലുള്ള ഏത് ഗുഡ് വർക്കും ഡെഡാണ്. അപ്പം ജഡപ്രകാരമുള്ള സ്നേഹം, ജഡപ്രകാരമുള്ള കരുതൽ, ജഡപ്രകാരമുള്ള സകല മൂവ്മെന്റ്സും മരണഹേതുവാണ്. അത് മരണമേ കൊണ്ടുവരത്തുള്ളൂ. നമ്മുടെ നടുവിൽ ദൈവരാജ്യത്തിൻ്റെ കൾച്ചറിൽ ചലിക്കേണ്ടത് ദൈവസ്നേഹമാണ്. ആ സ്നേഹത്തിനകത്ത് ലൈഫാണ് ചലിക്കേണ്ടത്. ശരി, ഞാൻ മുമ്പോട്ട്. ഇവിടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്നത് നോക്കണേ. ഇതിനകത്ത് ഒരു വലിയ ലിസ്റ്റുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വലിയൊരു ലിസ്റ്റ് ഇട്ടിട്ട് പറയാം, ഇവർ എവിടെ പോകത്തില്ലെന്നാ നമ്മുടെ ഉപദേശിമാരെന്ത് പ്രസംഗിക്കുന്നേ? ഇവരാരും സ്വർഗത്തിൽ പോകത്തില്ലെന്നാ. ഇവരാരും സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇവരാരും ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന്. അപ്പൊ ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷവും നീതിയും സമാധാനവുമാകുന്നു. അങ്ങനല്ലേ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം? തീർന്നില്ല. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു,
എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യത്തെ കാണാൻ പറ്റില്ല, അക്ഷരികമല്ല. എൻ്റെ രാജ്യം ആത്മീക രാജ്യമാണ്. ആ ആത്മീക രാജ്യത്തെ ഇൻഹെറിറ്റ് ചെയ്യാൻ ഈ വക പ്രവർത്തിക്കുന്നവർക്ക് പറ്റില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വളരെ കർശനമായിട്ടാണ്. ഈ വക പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ക്രിസ്ത്യാനിയാകാൻ പറ്റും. ക്രിസ്ത്യാനി. ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ട് ഐ എം നോട്ട് എ ക്രിസ്ത്യൻ. ഐ ഡോണ്ട് വാണ്ട് ടു ബി കോൾഡ് ആസ് എ ക്രിസ്ത്യൻ. കാരണം ക്രിസ്ത്യൻ ഈസ് എ റിലീജിയസ് ക്രീച്ചറാണ്. ക്രിസ്ത്യൻ ഈസ് എ റിലീജിയസ് ക്രീച്ചർ. ദ വേർഡ് ക്രിസ്ത്യൻ അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടില്ല, പത്രോസ് പറഞ്ഞിട്ടില്ല, പൗലോസ് പറഞ്ഞിട്ടില്ല, അന്ത്രയോസ് പറഞ്ഞിട്ടില്ല, യോഹന്നാൻ പറഞ്ഞിട്ടില്ല, യേശു പറഞ്ഞിട്ടില്ല. ആദിമ സഭയിലെ ഒരു പിതാക്കന്മാരും ഒരു സഭാപിതാക്കന്മാരും വിശ്വാസ സമൂഹത്തെ ക്രിസ്ത്യൻസ് എന്ന് വിളിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ ഫോളോവേഴ്സിനെ ക്രിസ്ത്യൻസ് എന്ന് വിളിച്ചത് അന്ത്യോക്യയിലുള്ള പാഗൺ പീപ്പിൾ, ജാതികളാണ്, നോൺ ക്രിസ്ത്യൻസ് ആണ്. അപ്പം അന്ത്യോക്യയിലുള്ള വിജാതീയരായ ആളുകൾ യേശുക്രിസ്തുവിന്റെ സമൂഹത്തെ വിളിച്ച പേരാ ക്രിസ്ത്യൻസ് എന്ന്. ആ വിജാതികൾ വിളിച്ച പേരിലാണ് ഇന്ന് സർവ്വലോകത്തിൽ നമ്മൾ അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ക്രീച്ചർ, ഒരു മതഭക്തനാണ്, ഒരു മതജീവിയാണ്. പക്ഷെ ജീസസ് അവിടുത്തെ ഫോളോ ചെയ്യുന്നവർക്ക്, അവിടുത്തെ മക്കൾക്ക്, അവനെ വിശ്വസിക്കുന്നവർക്ക് കൊടുത്ത ഐഡി ക്രിസ്ത്യാനി എന്ന ഐഡി അല്ല, മറിച്ച് സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ. ദൈവപുത്രൻ. അപ്പം നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആളുകൾ അങ്ങ് പരുങ്ങും. സിനിമയൊക്കെ കാണാനായിട്ട് പണ്ട് ഞാൻ പോകുമായിരുന്നു. ഞാൻ ഈ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അന്ന് പെന്തിക്കോസിലാണ്. അപ്പം അന്ന് പെന്തിക്കോസിലായതുകൊണ്ട് ചെന്നപ്പോഴേ നമ്മൾ ഐ ഡി മൊത്തം നമ്മളങ്ങ് മറച്ചു വെച്ചു. പെന്തിക്കോസാന്ന് പറഞ്ഞാൽ പിന്നെ സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. കാരണം ആളുകൾ അന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലത്തൊന്നുമല്ല, നമ്മൾ ഐ ഡി വെളിപ്പെടുത്തത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു തിന്മ കാണിക്കാൻ പോയാൽ നമ്മൾ ക്രിസ്ത്യാനിയാന്ന് പോലും വെളിപ്പെടുത്തത്തില്ല. കാരണം ക്രിസ്ത്യാനികൾ ഇത് ചെയ്യത്തില്ലെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ഏറ്റവും ഫ്രണ്ടിൽ അവർ തന്നെ കാണത്തുള്ളൂ. പക്ഷെ ഇവിടെ ക്രിസ്ത്യൻ എന്ന പേരിലല്ല യേശുവിൻ്റെ ഫോളോവേഴ്സ് അറിയപ്പെടേണ്ടത്. ക്രിസ്ത്യൻ എന്ന് പറയുന്ന പേര് ഒരു റിലീജിയസ് ക്രീച്ചറാണ്. അയാൾക്ക് പള്ളിയും പട്ടക്കാരൻ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അദ്ദേഹം പ്രാർത്ഥനാ പാട്ടാണ്. യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. യേശു വന്നത് ക്രിസ്ത്യാനികളെ സൃഷ്ടിക്കാനുമല്ല. യേശു വന്നത് ദൈവപുത്രന്മാരെ വെളിപ്പെടുത്താനാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ക്രിസ്ത്യാനിയാകാൻ അധികാരം കൊടുത്തതല്ല, ദൈവ പൈതലാകാൻ, ദൈവപുത്രനാകാൻ അധികാരം കൊടുത്തത്. സോ ഹു ആർ യു എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് നമ്മൾ പറയാൻ തയ്യാറാകണം, ഐ എം എ സൺ ഓഫ് ഗോഡ്. ഇത് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പറ്റുമോ? നമ്മൾ പറയത്തില്ല. കാരണം പറയാനൊരു യോഗ്യത നമ്മൾ ഇതുവരെ അവരുടെ മുമ്പിൽ കാട്ടിക്കൊടുത്തിട്ടില്ല. കാരണം ക്രിസ്ത്യാനിക്ക് കള്ളു കുടിക്കാം, ഞാൻ ശ്രദ്ധിക്കണം, ക്രിസ്ത്യാനിക്ക് ദുർനടപ്പിന് പോകാം, ക്രിസ്ത്യാനിക്ക് അശുദ്ധിയിൽ പോകാം, ദുഷ്കാമത്തിന് പോകാം, വിഗ്രഹാരാധനയ്ക്ക് പോകാം, ആഭിചാരം ചെയ്യാം, പക വെച്ചടിക്കാം, പിണക്കം, മദ്യപാനി മാത്രമല്ല, പിണക്കം, ജാരശങ്ക, ഭാര്യയുടെ പുറത്ത് ഭർത്താവിനുള്ള ശങ്ക, അത് വല്ലാത്ത കുഴപ്പമാണ്. ക്രോധം, ശാഠ്യം. ഈ ശാഠ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയാമോ? പിടിക്കുന്ന മുയലിന് 3 കൊമ്പെന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ളവർ പോലും എവിടെ പോകത്തില്ലെന്നാ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കേ. നമ്മൾ കുറെ കഞ്ചാവ് വലിക്കുന്നവനും മദ്യപിക്കുന്നവനും മാത്രം ദൈവരാജ്യത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പക വെച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസി, പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസി, ശാഠ്യം കാണിക്കുന്നവൻ, ദ്വന്ദ്വപക്ഷം കാണിക്കുന്നവൻ, ഭിന്നതയുള്ളവൻ, അസൂയയുള്ളവൻ, ഇവരാരും തന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിട്ടില്ല. They are not in the spiritual kingdom. They are in a religious system. ഇവരെല്ലാം മതത്തിന്റെ ഭാഗമാണ്. ഇവരാരും തന്നെ രാജ്യത്തിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നല്ല എഴുതേണ്ടത്.
നമ്മുടെയൊക്കെ പള്ളിയുടെ ഫ്രണ്ടിൽ അസൂയയുള്ളവൻ സ്വർഗരാജ്യം അവകാശം എഴുത്. കാരണം മദ്യപാനിയെ കണ്ടാൽ തിരിച്ചറിയാം, അസൂയാലുവിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. പക വെച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാർ എത്ര ഉണ്ടെന്നറിയാമോ? പിണക്കവും പകയും അസൂയയും ജാരശങ്കയും ക്രോധവും കോപവും വെറുപ്പും അത്യാഗ്രഹവും ഇതൊക്കെ അങ്ങോട്ട് വെച്ചിട്ടല്ലേ നിന്നുകൊണ്ടങ്ങ് കസർന്നത് നമ്മള്. വി ആർ ക്രിസ്ത്യൻസ് എന്നങ്ങ് അഭിമാനിക്കല്ലേ. I'm telling you, these people, ഈ പറഞ്ഞ ഒരാള് പോലും they cannot inherit the kingdom of God. That's why ദൈവരാജ്യം നമ്മൾ പ്രസംഗിക്കാത്തതിന്റെ കാര്യം അതാ. കാരണം ദൈവരാജ്യത്തിന്റെ സിറ്റിസൺസിന്റെ ക്വാളിഫിക്കേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കൃപ കാര്യമില്ല, ഇതിനകത്ത് ദൈവത്തിന്റെ പെർഫെക്റ്റ് ലോ ആണ്. ഈ വക പ്രവർത്തിക്കുന്ന ആരും ദൈവരാജ്യത്തിലില്ല. അങ്ങനെയെങ്കിൽ എത്ര ക്രിസ്ത്യാനി ദൈവരാജ്യത്തിലുണ്ടെന്ന് നോക്കാം. ക്രിസ്ത്യാനിക്ക് വ്യഭിചാരം ചെയ്യാൻ കുഴപ്പമില്ല, ക്രിസ്ത്യാനിക്ക് വെറുക്കൂത്തിന് പോകുന്ന കുഴപ്പമില്ല, ചൂത് കളിക്കാൻ പോകുന്നതിന് കുഴപ്പമില്ല, ക്രിസ്ത്യാനിക്ക് വ്യഭിചാരം ചെയ്യാം, ക്രിസ്ത്യാനിക്ക് വെൺവാണിഭം നടത്താൻ വേണ്ടി, ക്രിസ്ത്യാനിക്ക് കൊല ചെയ്യാം, ക്രിസ്ത്യാനി മോഷ്ടിക്കാം, ക്രിസ്ത്യാനിക്ക് ബാങ്ക് കൊള്ളയടിക്കാം, ക്രിസ്ത്യാനിക്ക് എന്തും ചെയ്യാം. പക്ഷേ കിങ്ഡം സിറ്റിസൺസ് cannot do these all things. അപ്പൊ ഞാൻ പറയുന്ന മെസ്സേജിന്റെ ആശയം മനസ്സിലാവുന്നുണ്ടോ? I don't want to be a Christian. I want to be a son of God. I want to be a citizen of the kingdom of God. ഇവിടെ കിങ്ഡം ഓഫ് ഗോഡിൽ പ്രവേശിക്കുന്നത് നമ്മളാണ്. ഇത് ദൈവരാജ്യം ഇതെടുത്ത് വെച്ചിട്ട് നമ്മൾ എന്താ പ്രസംഗിക്കുന്നത്? മദ്യപാനി സ്വർഗത്തിൽ പോകത്തില്ല. എന്ത് വൈരുദ്ധ്യമാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്തവ ലോകം യേശു പറയാത്ത, അപ്പോസ്തലന്മാർ പറയാത്ത, ആദിമസഭ പറയാത്ത, ലോകത്തിലാരും പ്രസംഗിക്കാത്ത കാര്യം വളരെ നന്നായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ചില അച്ചാച്ചന്മാർ എഴുന്നേറ്റ പഴയ നിയമത്തിലെ കഥയേ ഉള്ളൂ. ഏലിയാവ് സറാഫാത്തിൽ, ഓ സറാഫാത്തിൽ ഇന്ന് നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കാൻ പോവുകയാണ്, പുതിയ വഴി തുറക്കാൻ പോവുകയാണ്. ഓ ഇന്നൊരു പുത്തൻ ഉറവ തുറക്കാൻ പോവുകയാണ്. കാക്കയുടെ വരവ് നിന്നാലും കരീതിലെ വെള്ളം വറ്റി പോയാലും നിനക്ക് വേണ്ടി ഒരു ഉറ. Shut up your bloody mouth right now. കാക്ക വരാൻ പോവാണ്. ചില അച്ചാച്ചന്മാർ എഴുന്നേറ്റിട്ട് പറയാം, ഇന്ന് നിന്റെ മുമ്പിലെ ചെങ്കടൽ എവിടാണ് ചെങ്കടൽ ഉണ്ടായത്? എത്ര വർഷം ആളുകളെ കളിപ്പിക്കും? യോർദാനെ വറ്റിച്ച് ചെങ്കടലിനെ രണ്ടാക്കാൻ ഇത് കണ്ട് കുറെ ആളുകൾ തുള്ളിച്ചാടുകയാണ്. ഓ ഇന്ന് ഇവർ പറയും, ഇന്ന് യേശു ഇവിടെ വന്നിട്ടുണ്ട്, അവന്റെ വസ്ത്രത്തെ തൊടുന്നവർക്ക് വിടുതലാണ്. ആരൊക്കെ തൊടുന്നുണ്ട്? ആരൊക്കെ ഇന്ന് ഇവിടെ ഇപ്പൊ ചില കൈയടിച്ച് ഇപ്പൊ ഇവിടെ ചില ദൈവമക്കൾ അവനെ തൊടുന്നത് ഞാൻ കാണുന്നു. ഇടോടോടോ ശ്രദ്ധിക്കടോ, യേശുവിനെ തൊടണോ? ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലിരിക്കുന്നു എന്നൊരു വാക്യമുണ്ടല്ലോ. നിന്റെ ഉള്ളിലിരിക്കുന്നു ആള്. പിന്നെ നീ ഉള്ളിലിരിക്കുന്ന ആളിനെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന വരാൻ തൊടാൻ നടക്കുകയാണ്. ഇത് എത്ര കാലം കൊണ്ട് യോർദാനെ രണ്ടാക്കി? എത്ര കാലം കൊണ്ട് സാറാഫാത്തിലെ ബെതവട വീട്ടിൽ കയറി ഇറങ്ങുക? എത്ര കാലം കൊണ്ട് ഗോലിയാത്തിന്റെ തലയിൽ എത്ര പ്രാവശ്യം എടുത്ത് എറിഞ്ഞു? സത്യവചനം ആരും പറഞ്ഞില്ല. എന്നിട്ട് പറയാം സ്വർഗത്തിൽ പോവാൻ. ഞാൻ തുറന്നു പറയാം, ഈ പോക്ക് പോയാൽ ക്രിസ്ത്യാനിത്വം ഇന്ത്യയിൽ ഇല്ലാതായി പോകും. ഇത് വെറും പന്ന മതമായിട്ട് അധംപതിച്ചു പോകും. ഞാനീ പറയുന്നത് ബോധ്യമുള്ളത് കേൾക്കാൻ ചെവിയുള്ളവൻ കേട്ടോ. ഇത് കഥ പറഞ്ഞ ആളുകളെ കളിപ്പിക്കുക. യവത്തപ്പ ഉരുട്ടി കളിക്കുന്നത്, യവത്തപ്പ ഉരുട്ട് കാണുന്നു. യവത്തപ്പം ഇന്ന് ചില പ്രതിസന്ധിയുടെ കൂടാരത്തിലേക്ക് യവത്തപ്പ ഉരുണ്ടു പോകാൻ പോവാ. എന്തോ യവത്തപ്പ ഉരുണ്ടു പോകുന്നു? ഏതാ പ്രതിസന്ധിയുടെ കൂടാരം? ഏത് പ്രതിസന്ധിയുടെ കൂടാരോ?
നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ രണ്ടാകാൻ പോയി. എത്ര പ്രാവശ്യം രണ്ടാക്കിയോളൂ ചെങ്കടലിനെ? Miracles, I want to tell you, do not preach miracles. നിങ്ങൾ ഇനി എന്നെ എന്തോ വിചാരിച്ചാൽ വേണ്ടില്ല. Do not preach miracles. Do not preach miracles. Miracles is the culture of the kingdom of God. Miracles is the culture of the kingdom of God. ബ്ലഡി മൗത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ചീത്തയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. കാരണം ജനലക്ഷങ്ങളെ വഞ്ചിക്കുക. പാവപ്പെട്ട ജനങ്ങൾ, അത്താഴപ്പട്ടിണിക്കാര് ഈ മതത്തിനകത്ത് വന്ന് ഇവർ പറയുന്നതെല്ലാം അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിച്ച് ജനത്തെ വഞ്ചിക്കുക. Somebody has to go and preach against these two things. ആരെങ്കിലും ഇത് പറഞ്ഞേ പറ്റും. ആരെങ്കിലും ഒക്കെ സർപ്പസന്തതി എന്ന് വിളിച്ചേ പറ്റും. അപ്പൊ നമ്മൾ അത്ഭുതങ്ങളങ്ങ് പ്രസംഗിക്കുക. ഓ, ഇന്നിവിടെ തൊടാൻ പോവുക, ആരോ ഒന്നിടെ പുറകെ തൊട്ടിട്ടുണ്ട്, തൊടുന്നു. ആര് തൊട്ടെന്ന? എന്ത് തൊട്ടെന്ന? ജീസസ് നെവർ preached about miracles. Apostles never preach about miracles. പക്ഷെ അപ്പോസ്തലസും യേശുവും പോയ സ്ഥലങ്ങളിലെല്ലാം അത്ഭുതങ്ങൾ സംഭവിച്ചു. പഴയ നിയമത്തിൽ നമ്മളല്ലേ, പഴയ നിയമത്തിൽ ചരിത്ര സംഭവം എടുത്തങ്ങ് വിളമ്പാണ്. എന്ത് മെസ്സേജ് ഇല്ലാതെ പോയി. യേശുവും അപ്പോസ്തലന്മാരും പറയാൻ പറഞ്ഞ മെസ്സേജ് ആരും പ്രസംഗിക്കുന്നില്ല. Nobody is preaching. Nobody is preaching about the kingdom of God. Nobody is preaching about the heavenly culture. No one is preaching about the honor of the cult, the laws of the kingdom of God, the function of the kingdom of God, the inheritance of the kingdom of God. Nobody is preaching. Everybody is preaching about miracles, healings, deliverance. These are the rubbish things, brothers and sisters. Beware of it. These are the rubbish things. So, ഞാൻ പറഞ്ഞില്ലേ, ഈ വക പ്രവർത്തിക്കുന്ന ഒരു ലിസ്റ്റ് പറയുക. ഇവരെല്ലാം എവിടെ പോകത്തില്ലെന്നാ? സ്വർഗത്തിൽ പോകത്തില്ലെന്നാണ്. അല്ല, സ്വർഗത്തിലേക്ക് ഒരാളെ കൊണ്ടുപോകാൻ ഇവിടെ ആർക്കാ പറ്റുന്നേ? സ്വർഗത്തിലേക്ക് പോകാൻ ആർക്കും പറ്റില്ല. സ്വർഗത്തിലേക്ക് പോകുക വരിക എന്നുള്ളത് സ്വർഗത്തിന്റെ കാര്യമാണ്. പക്ഷേ ദൈവരാജ്യം ഇവിടെ ഉണ്ട്, ഭൂമിയിലുണ്ട്. ദൈവരാജ്യം ഈ ഭൂമിയിലുണ്ടെന്ന്. ഇനി ദൈവരാജ്യം 1000 ആണ്ടിനൊക്കെ വരാൻ പോകുന്നു എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. എനിക്ക് സംസാരിക്കാനില്ല അവരോട്. എൻ്റെ കർത്താവ് ഭൂമി വന്നപ്പോൾ രാജ്യവുമായിട്ട് വന്നെന്ന വാക്യം. എൻ്റെ കർത്താവിൻ്റെ മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ രാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു. എൻ്റെ കർത്താവ് പ്രസംഗിച്ചിട്ട് പറഞ്ഞു കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഹിയർ എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ എനിക്ക് കൂടുതൽ അറിയത്തില്ല. എൻ്റെ കർത്താവും എൻ്റെ ബൈബിളിലെ അപ്പോസ്തലന്മാരും എൻ്റെ കയ്യിലെ ബൈബിളും ദൈവരാജ്യം ഇപ്പോൾ ഭൂമിയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റുന്നത്. വീണ്ടും ജനിക്കുമ്പോൾ കടക്കുമെന്നല്ലേ അർത്ഥം. So we are already in the kingdom of God. So why people are not preaching about these all things? ഇന്നും സാറാബാത്തിലെ വിധവയുടെ കലത്തിലെ മാവ് തീർന്നിട്ടില്ല, ഭരണിയിലെ എണ്ണ തീരാതെ ഏതോ വിധവയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേട്ടിട്ട് പാവം ജനങ്ങൾ, വെറും അത്താഴപ്പട്ടിണിക്കാർ, ഇവരുടെ പ്രസംഗം കേട്ടിട്ട് നടക്കും, വല്ലതും നടക്കും. ഇപ്പം ഞങ്ങൾ രണ്ടാമത് നോക്കിയിരിക്കുക. ഇവരുടെ ആയുഷ്കാലത്ത് ഇവർ നന്നാവത്തുമില്ല. ഇവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിൽ അവർ പോയിക്കൊണ്ടിരിക്കുക. എഗെയിൻ ആൻഡ് എഗെയിൻ അവർ ഈ ട്രിക്കിനകത്ത്, ഇവരുടെ ഈ ട്രാപ്പിനകത്ത് വീണ് കിടക്കുക. സോ ഈ നിങ്ങൾ മദ്യപാനിയുടെ മാത്രം എടുക്കാതിരി. മദ്യപാനിയെ വിട്. ബാക്കി പക എന്താ ഈ വിമോചന യാത്ര നടത്തുന്നത്? പക വിമോചന യാത്ര, മദ്യവിമോചന യാത്ര നടക്കുമല്ലോ. നമ്മൾ പറയുന്നത് മദ്യവിമോചനം
നമ്മൾ നടത്താറുണ്ട്, മദ്യവിമോചനം. എന്തിനാ അതിന് പകരം അസൂയ വിമോചനം എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് നടക്കാത്ത എന്താ? അസൂയ ഉള്ളവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന്. അപ്പൊ അസൂയയും പകയും പിണക്കവും വിദ്വേഷവും ക്രോധവും കോപവും ഇല്ലാത്ത എത്ര വിശ്വാസിയുണ്ട് ലോകത്ത്? എത്ര ക്രിസ്ത്യാനിയുണ്ട്? അങ്ങനെ അത് ഏതെങ്കിലും ഒരുത്തർ സ്വർഗത്തിൽ പോവോ? പാസ്റ്റർ പോവോ? എനിക്കറിയാവുന്ന ഒരു പാസ്റ്റർ സ്വർഗത്തിൽ പോകത്തില്ല. കാരണം മിക്കവാറും എല്ലാത്തിൻ്റെ കൈ പകയും പിണക്കവും വിദ്വേഷമാണ്. ഞാൻ ഈ ചൂടോടെ പറയുമ്പോൾ നിങ്ങൾ ഞാൻ ആരുടെ വിദ്വേഷം എന്ന് പറയരുത്. അത് എൻ്റെ അകത്തുള്ള പ്രവാചകന്റെ ശക്തിയാണ്. ഞാനങ്ങനെ ചൂടാവും. തെറ്റിനെ തെറ്റെന്ന് പറയാൻ വേണ്ടിയാണ് ദൈവം എന്നെ ആക്കിയിരിക്കുന്നത്. നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഐ ക്യാൻ പ്രീഷ് കവലപ്പെടാതെ എന്ന് പറയാൻ അറിയാം. ഈ വക പ്രവർത്തിക്കുന്നവർ എവിടെ പോകത്തില്ല? കിങ്ഡം ഓഫ് ഗോഡിൽ പോകത്തില്ല. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിന്റെ കൾച്ചർ വ്യാപിക്കുന്ന സ്ഥലമെന്നാണ്. അത് ചത്തിട്ട് പോകുന്ന സ്ഥലമല്ല. ജീവനോടിരിക്കുന്ന കാലത്ത്, ജീവിച്ചിരിക്കുന്ന കാലത്ത് യേശു കർത്താവിൻ്റെ ജീവനിൽ വസിക്കുന്നവരുടെ കൂട്ടമാ ദൈവരാജ്യം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഉള്ള ഇടമാണ് ദൈവരാജ്യം. ആ രാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നാണ് യേശു പറഞ്ഞത്. ആ രാജ്യം നിങ്ങളുടെ നടുവിലുണ്ടെന്നാണ് യേശു പറഞ്ഞത്. ആ രാജ്യത്തിന്റെ ഇൻഹെറിറ്റൻസ്, ആ രാജ്യത്തിന്റെ സിറ്റിസൺ ആകണമെങ്കിൽ ഈ വക പ്രവർത്തിക്കുന്ന ഒരുത്തരും കാണില്ല. നടപ്പ് ഇതൊക്കെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക. പകയില്ലാത്ത എത്ര പേരാ ഇവിടെ? വലിയ കൃപാവരങ്ങളിൽ ജോലിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കൃപാവരങ്ങളുടെ ഉച്ചക്കട്ടത്തില. ഒന്ന് സംസാരിച്ചു നോക്ക്, രഹസ്യമായിട്ട് സംസാരിച്ചു നോക്ക്. നല്ല ഒന്നാം തരം ഗുണ്ടാ തലവന്മാരവര്. കൃപാവരത്തിന്റെ ഉച്ചക്കോടിയിൽ അവരുടെ അത്രയും കൃപാവരത്തെ ഈ കേരള മണ്ണിൽ ആരും തന്നെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ പകയുടെയും വിദ്വേഷത്തിന്റെയും അങ്ങേ അറ്റത്തെ PhD ആണ് അവർക്ക്. അപ്പൊ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം. ഒരാൾക്ക് രോഗശാന്തി ഉണ്ടെന്നോ, ഒരാൾക്ക് കൃപാവരം ഉണ്ടെന്നോ, ഒരാൾക്ക് പ്രവചനവരം ഉണ്ടെന്നോ, ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ സകല രോഗി സൗഖ്യമായതുകൊണ്ട് ഇവൻ പുണ്യവാളനാകണമെന്നില്ല. അപ്പൊ ഒരാളെ തിരിച്ചറിയേണ്ടത് അയാളുടെ വരത്തിന്റെ ബേസിലല്ല, അയാളിൽ വെളിപ്പെടുന്ന ദൈവാത്മാവിന്റെ ഫലത്തിന്റെ ബേസിലാണ്. മരിച്ചവനെ ഉയർപ്പിക്കാനുള്ള ശക്തി കാണും. പക്ഷെ ഭാര്യയെ പിടിച്ച് കുനിച്ച് തിടിച്ചിട്ടായിരിക്കും അവൻ സഭായത്തിന് വന്നേക്കുന്നത്. കൂട്ടുവേലക്കാരനെ നല്ല തെറി പറഞ്ഞിട്ടായിരിക്കും വന്നേക്കുന്നത്. കൃപാവരമൊക്കെ ഒഴുകും ബ്രദറെ, അതിനൊന്നും ഒരു വിശുദ്ധിയുടെയും ആവശ്യമില്ല. അപ്പൊ ദൈവരാജ്യത്തിന്റെ കൾച്ചറാണ് മിറക്കിൾ. ഞാനത് മനസ്സിലാക്കാം. നാം പോയി അത്ഭുതമല്ല പ്രസംഗിക്കേണ്ടത്. നാം പോയി അതിന്റെ അർത്ഥം ഈ അത്ഭുതങ്ങളൊക്കെ എടുത്ത് റെഫറൻസ് എടുത്ത് പറയല്ലെന്നല്ല ഞാൻ പറഞ്ഞു. അത്ഭുതങ്ങളെ വിശദീകരിക്കില്ലെന്നും അല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ മെസ്സേജ് ദൈവരാജ്യമാണ്. ദൈവരാജ്യം നാം പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങൾ ആ രാജ്യത്തിന്റെ സംവിധാനത്തിൽ, ആറ്റ്മോസ്ഫിയറിൽ വെളിപ്പെട്ട് വരികയാണ്. അതിന്റെ റിസൾട്ട് മാത്രമാണ്. വൈ വി ആർ പ്രീച്ചിങ് അബൌട്ട് റിസൾട്ട്? SSLCയുടെ റിസൾട്ട് പ്രസംഗിച്ചാൽ ആളുകൾക്ക് മാർക്ക് കിട്ടുമോ? അവർക്ക് പോർഷൻ പഠിപ്പിച്ചു കൊടുക്കണ്ട. പോർഷനല്ലേ പഠിപ്പിക്കണ്ടേ? അത് A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ് എന്ന് കാലം മൊത്തം പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് A ഗ്രേഡും കിട്ടത്തില്ല, ഒരു ഗ്രേഡും കിട്ടത്തില്ല. റിസൾട്ട് അല്ല പ്രീച്ച് ചെയ്യേണ്ടത്. ആ യേശു ചെയ്ത കാര്യമല്ല പ്രസംഗിക്കേണ്ടത്, യേശു പറഞ്ഞ കാര്യമാണ് പ്രസംഗിക്കേണ്ടത്. 2, ഈ തിരുവെഴുത്തുകൾ ഒരിടത്തും സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല പറഞ്ഞേക്കുന്നത്. ഈ തിരുവെഴുത്ത് എല്ലായിടത്തും സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞേക്കുന്നത്. They cannot enter in the kingdom of God. They cannot enter in the kingdom of God. ഞാൻ ഒരു കാര്യം പറയും. എനിക്ക് ജനങ്ങളെ കബളിപ്പിക്കുന്ന കണ്ട സത്യം പറയാം, എനിക്ക് നല്ല അരിശം വരും. അതിന് യാതൊരു പാവങ്ങളെ, സാധാരണക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കണ്ട, ഈ മതത്തിന്റെ വേഷം കെട്ടി സാധാരണക്കാരായ അത്തപ്പാടികളെ, പാവങ്ങളെ കബളിപ്പിക്കുന്ന കണ്ടാൽ എനിക്ക് നല്ല അരിശം വരും.
അതിന് ഏത് വലിയ റവറണ്ടാന്നേലും ഞാൻ സംസാരിക്കും. കാര്യം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാനിപ്പോൾ ഒരിടത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ എൻ്റെ ചിന്ത എന്താ? എൻ്റെ ചിന്ത ഇന്നത്തെ മെസ്സേജ് എനിക്ക് കൊഴുപ്പിക്കണം. എൻ്റെ ചിന്ത എങ്ങനെയാണ്? കൊഴുപ്പിക്കണം. കൊഴുപ്പിച്ചിട്ട് കുറേ ജനങ്ങൾ കൈ അടിച്ച് തുള്ളിച്ചാടി ഞാൻ വേർത്ത് ഞാൻ എന്തോ അങ്ങ് ചെയ്തെന്ന് ആക്കി തീർക്കണം. അപ്പം എൻ്റെ ഒരു പെർഫോമൻസാണ് എൻ്റെ ഓരോ കൺവെൻഷനെ അല്ലാതെ ആ സ്ഥലത്ത് പോയി ആ വരുന്ന ജനത്തിൻ്റെ ഹൃദയം കണ്ട് ദൈവം അവരോട് പറയാനുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ ഇവിടെ ആരുമില്ല. എൻ്റെ പെർഫോമൻസാണ്. എന്നിട്ട് ഞാൻ ചോദിക്കും, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു മെസ്സേജ്? കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, നന്നായിരുന്നു. നല്ലായിരുന്നു കേട്ടോ അച്ഛാ, ഭയങ്കര പവറായിരുന്നു. അപ്പോൾ എനിക്ക് അവരുടെ അപ്രിസിയേഷൻ കേൾക്കണം, പവറായിരിക്കണം, പെർഫോമൻസ്. ഈ കാലം അങ്ങോട്ട് അവസാനിപ്പിക്കണം. നമ്മൾ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ പെർഫോമൻസിൻ്റെ വേദികളാകരുത് ദൈവസഭ. ഐ ഡോണ്ട് വാണ്ട് ടു പെർഫോം എനിത്തിങ്. നമ്പർ 1, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ, ഒന്ന്, നിങ്ങൾ വേഷം കെട്ടരുത്. ഞാൻ കർത്താവിൻ്റെ വേലക്കാരോട് നിങ്ങൾ മുഖം മൂടി ഇട്ടുകൊണ്ട് ജീവിക്കരുത്, മുഖം മൂടി ഇട്ടുകൊണ്ട് പ്രസംഗിക്കരുത്. നമ്പർ 1, നിങ്ങൾ മുഖം മൂടിയിട്ട് പ്രസംഗിക്കരുത്. നമ്പർ 2, വന്നിരിക്കുന്ന ജനം ആദായത്തിന് കൊള്ളാമെന്ന് വെച്ച് നിങ്ങൾ പ്രസംഗിക്കരുത്. പ്ലീസ്. വന്നിരിക്കുന്ന അമേരിക്കയിൽ നിന്ന് വന്നതാന്ന് തോന്നുന്നു, ഇന്ന് അങ്ങാർക്കൊരു ദൂത് കൊടുക്കണം, എന്നിട്ട് അങ്ങാരുടെ നമ്പർ എടുക്കണം. ഈ മാതിരിയുള്ള ചിന്തയോടെ പ്രസംഗിക്കരുത് പ്ലീസ്. ഒരു കാശുകാരൻ നിന്റെ ഗ്രൂപ്പിൽ വന്നാൽ, ഇത് നീ ശ്രദ്ധിക്കണം, ഒരു പണക്കാരൻ വീട്ടിൽ വന്നാൽ അവൻ്റെ ചുറ്റും വലിയ വട്ടമിട്ട് പോരാടരുത് നീ. ചില ഉദ്ദേശിമാരാണെങ്കിൽ അവൻ്റെ ചുറ്റും വട്ടമിട്ട് പോരാടിയില്ലേ, വണ്ട് തേൻ കുടിക്കാൻ ആ തേൻ്റെ അടുത്ത് കിടന്ന് കറങ്ങുന്ന പോലെ അങ്ങ് കറങ്ങക്കുക. ഒരു 250 പാവപ്പെട്ട വിശ്വാസിയുണ്ട്, അവനെ മൈൻഡ് പോലും ചെയ്യത്തില്ല. നിങ്ങളൊരു സത്യസുവിശേഷനാണ് ഞാനീ പറഞ്ഞത്. നമ്പർ 1, നിങ്ങൾ വേഷം കെട്ടരുത്. നമ്പർ 2, നിങ്ങൾ ഒരിക്കലും ജനത്തെ ആദായമായിട്ട് ചിന്തിക്കരുത്. നമ്പർ 3, അവിടെ വരുന്ന പണക്കാരൻ്റെ പുറകെ വട്ടമിട്ട് നീ പോരാടരുത്. പ്ലീസ് ഡു നോട്ട് ഡു ദാറ്റ്. നമ്പർ 4, ഒരു കാലത്തും ജനത്തെ നീ കബളിപ്പിക്കരുത്. നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വെറും പാവങ്ങളാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരായിരിക്കും. ജീവിതം മൊത്തം അവസാനിപ്പിച്ചു എന്ന് തോന്നുന്നവരായിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അവരെ നീ കളിപ്പിക്കരുത്. നിന്റെ പെർഫോമൻസ് കൊണ്ടും നിന്റെ ഗിമിക്സ് കൊണ്ടും നീ കളിപ്പിക്കരുത്. Last 30 years I found this all stupidity in Christianity. These are all the rubbish things. Cheating the people. I'm telling you brothers, they are not in the kingdom of God. That pastors, that Christians, they are not in the kingdom of God. They cannot inherit the kingdom of God. They cannot inherit the kingdom of God. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. They can be a pastor, they can be a bishop, they can be a world renowned preacher, ലോകപ്രസിദ്ധനായ പ്രവാചകരാകാം, but they are not in the kingdom of God. എനിക്കറിയാം ഈ പ്രസംഗം ചിലർക്ക് വിഷമമുണ്ടാക്കും. You are a spirit-filled, tongue-talking, devil-chasing, Bible-reading ക്രിസ്ത്യാനി ആയിരിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലേ, മുരുകസ്നാനമേറ്റ് പിശാചിനെ ഓടിച്ച് അന്യഭാഷ പറഞ്ഞ് വേദോസം വായിക്കുന്ന അങ്ങനെ ഒരു ക്രിസ്ത്യാനി ആയാലും, ഐ എം ടെല്ലിങ് യു ബ്രദേഴ്സ്, ഇഫ് യു ഹാവ് ദീസ് ഓൾ കൈൻഡ്സ് ഓഫ് ഡീഡ്സ് ഇൻ യുവർ ലൈഫ്, യു cannot inherit the kingdom of God. You cannot inherit the kingdom of God. You are cheating people. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ക്രൈസ്തവ ലോകത്ത് ചീറ്റിങ്, ജനങ്ങളെ മൊത്തം കളിപ്പിക്കുക. അത് കളിപ്പിക്കപ്പെടാൻ വേണ്ടി കുറേ പേര് വന്നങ്ങ് ഇരുന്ന് കൊടുക്കുക. എന്നെ ഇന്ന് പകൽക്കാലം കളിപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം നിറഞ്ഞായിരിക്കും. ചില ആളുകൾ ദേ ആർ ഡിസേർവ് ടു ബി ഡിസീവ്ഡ്. അവർ ചിലർ ചതിക്കപ്പെടാൻ യോഗ്യരാണ്, കാരണം എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അപ്പോൾ ഒന്നാമത്തെ റീസൺ ഞാൻ പറയാം, ഇത് ഞാൻ പറഞ്ഞില്ല, സ്വർഗത്തിൽ പോകുന്ന കാര്യം പറയാൻ എളുപ്പമാണ് ബ്രദറെ, എളുപ്പമാണ്. കള്ളു കുടിക്കരുത്, സ്വർഗത്തിൽ പോകാം. പക്ഷേ ദൈവരാജ്യം എന്ന വിഷയം പറഞ്ഞ് നമ്മുടെ ഓരോ വിശ്വാസികളെയും ആ കിങ്ഡം സിറ്റിസൺസ് ആക്കി ആ കിങ്ഡം കൾച്ചറിൽ കൊണ്ടുവരിക എന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA പാസ്സാകുന്നതിന് അതിനൊക്കെ കട്ടിയ. ഇറ്റ്സ് വെരി ഹാർഡ്, എസ്പെഷ്യലി ഇൻ കേരള. ഈ ജനത്തിൻ്റെ കൾച്ചർ മാറാത്തിടത്തോളം കാലം
ഈ രാജ്യത്ത്, ദൈവരാജ്യത്തിന് ഒന്നും ചെയ്യാനില്ല. ഞാൻ വേദന ഉണ്ടായി പറയുന്നത്. അതില് നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റിലെ കഥകൾ എടുത്ത് ജനത്തെ ഇട്ട് കളിപ്പിക്കുക, എന്നും കളിപ്പിക്കുക. ഓ, നിന്റെ നന്മ ശത്രു തട്ടിയെടുക്കാതിരിക്കാൻ, ഓ ഇന്ന് രാത്രി നീ ഭയന്നു. ആരുടെ, ഏത് ശത്രുവാടാ എടുത്ത് നിന്റെ നന്മ തട്ടിക്കൊണ്ടുപോയി? ഏത് നന്മയാ നിന്റെ ശത്രു തട്ടിക്കൊണ്ടുപോയി? നമ്മൾ പാട്ട് പാടും, നീ കൊണ്ടുപോയ നന്മകൾ. ഏത് നന്മയാണ് ശത്രു കൊണ്ടുപോയി? ഏത് ശത്രുവെ കൊണ്ടുപോയത് പറ പ്ലീസ്, എനിക്കറിയാമോ ചോദിക്കുക. നിന്റെ നന്മ ഏത് ശത്രു കൊണ്ടുപോയി? ഏതാ നിന്റെ ശത്രു? നമ്മൾ എന്ത് കളിപ്പിക്കുക? എത്രായിരം പേര് കളിപ്പിക്കപ്പെടുക. ഞാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവം നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കട്ടെ. നിങ്ങളെ ആരാ കൊണ്ടുപോയി? നിങ്ങളുടെ നന്മ കൊണ്ടുപോയി? ചില ആളുകൾ വളരെ ശക്തയോട് പറയും, ഇതിന്റെ വാക്തത്വത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ചില ഭയങ്കര ശക്തികൾ. എന്ത് ശക്തി എന്നാ? നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 500 നോട്ട് കണ്ടപ്പോൾ അവന് തോന്നിയതാ അത്. നിന്റെ പോക്കറ്റിൽ 500 രൂപയുടെ നോട്ട് ഇരിക്കുന്ന കണ്ണുകൊണ്ട് അയാൾക്ക് തോന്നിയതാണ് നിന്റെ വീടിനകത്ത് എന്തോ പോരാട്ടം ഉണ്ടെന്ന് പറയാം. സത്യം പ്രസംഗിക്കുക. ഈ പോരാട്ടം, ബന്ധനം, പൈശാചികം, കൈവശം, ഈ സാധനങ്ങളെല്ലാം ദൈവരാജ്യം എന്ന മെസ്സേജ് പോയതിനാൽ വന്നുകൂടിയ ഈ അഴുക്കുകളായതല്ല. ചെവിയുള്ളവർ കേൾക്കുക. ഒരു കിങ്ഡം സിറ്റിസനെ തൊടാൻ ആർക്ക് അധികാരം? ഇരുളിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പ്രകാശത്തിന്റെ അത്ഭുത വെളിച്ചത്തിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുന്ന നിന്നെ മൂടാൻ ഏത് ഇരുളിന് പറ്റും? പരമമായ ഇരിക്കെ നമ്മൾ വാക്കുകൾ കൊണ്ട് കളിപ്പിക്കുക. Don't cheat the people. ഇവിടെ സ്വർഗം കാട്ട്. ഇത് സ്വർഗമല്ല. ഇത് സ്വർഗരാജ്യം ഈസ് ഡിഫറെന്റ് ഫ്രം സ്വർഗം. സ്വർഗം അത്യുന്നതനായ ദൈവവും അവന്റെ ദൂതന്മാരും ഇരിക്കുന്ന ഹയർ ഡയമെൻഷണൽ വേൾഡ്. കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമുള്ള യേശു കർത്താവിന്റെ സഭ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന മഹിമയുടെ സ്ഥലമാണ് ദൈവരാജ്യം. ലക്ഷ്യം പോയി, എയിം പോയി, മുഴുവൻ ജെന്യൂനിറ്റി നഷ്ടപ്പെട്ട ഒരു തലമുറ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇതിൽ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത കുറച്ച് പേരുണ്ട്. എൻ്റെ ലൈവിൽ ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ അവരോട് ദൈവത്തിൻ്റെ ദാസനായി നിന്ന് സംസാരിക്കുക, ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളുടെ നാവിൽ ദൈവം ഒരു അധികാരം തരാൻ പോകും. നിങ്ങളൊരു ജെന്യൂൻ മാൻ ഓഫ് ഗോഡ് ആയിട്ട് നിൽക്കണം, ജെന്യൂൻ പീപ്പിളായിട്ട് നിൽക്കണം. മുഖമൂടിയില്ലാത്ത വേലക്കാരാണ്, അസത്യം പറയാത്തവരായിരിക്കണം, ദ്രവ്യാഗ്രഹ മോഹമില്ലാത്തവരായിരിക്കണം. ജനം നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആവരുത്. ഡു നോട്ട് കൗണ്ട് ദ പീപ്പിൾ ആസ് എ കസ്റ്റമർ. ചെയ്യരുത്. I believe God's kingdom is going to come. God's kingdom is going to come. Jesus said, go and preach the kingdom of God. Don't go and preach about heaven alla. Go and preach about eternity no alla. Go and preach about the kingdom of God. In the kingdom of God, പകയില്ല, പിണക്കമില്ല, വിദ്വേഷമില്ല, ചാരശങ്കയില്ല, ക്രോധമില്ല, കോപമില്ല, ഗ്രഹാരാധനയില്ല, മദ്യപാനമില്ല, വെറുക്കൂത്തില്ല, ആഭിചാരമില്ല എന്ന് വേണ്ട മനുഷ്യൻ്റെ തിന്മയായതൊന്നും ഈ ദൈവരാജ്യത്തിനകത്തില്ല. നിങ്ങളൊരു പള്ളിയിലെ ആളായാൽ, നിങ്ങളൊരു പൂർണ്ണ സുവിശേഷ സഭയിലെ ആളായാലും, നിങ്ങൾക്ക് ഈ പ്രവൃത്തികൾ, എല്ലാ പ്രവൃത്തികൾ കൊണ്ട് you can be a member of a good Pentecostal church. But you cannot enter into the gates of the kingdom of God with this nature. You cannot enter into the kingdom of God. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചോദിക്കുക, am I in the kingdom of God? ആക്ച്വലി എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ രാജ്യത്തിനകത്താണോ എന്ന് നിങ്ങളൊന്ന് പുനരവലോകനം ചെയ്യണം. Think about it. Why you are wasting your time, brothers? Heaven going, hell, heaven. No. Leave all these matters. മദ്യപാനി
സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന്. അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ, എല്ലാത്തിനും റീസൺ ഉണ്ട്. എന്തുകൊണ്ട് പക ഉള്ളവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല? ഞാനിതെല്ലാം ഓരോ വിഷയം ഞാൻ പറയാൻ പോകാത്തതാണ്. എനിക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അറിയാം എന്തുകൊണ്ട് ആഭിചാരം ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ പോകത്തില്ല. അതിന് റീസൺ ഉണ്ട്. ചുമ്മാതെ തമ്പനാനിങ്ങനെ തോന്നിയപ്പോൾ കുറേ ലിസ്റ്റ് എഴുതിയതല്ല. മദ്യപാനി എന്തുകൊണ്ടാണ് ഈ കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഇത് അവകാശമാക്കാത്തതെന്ന് പറഞ്ഞാൽ കാര്യത്തിലേ ഉള്ളൂ. എന്തിനാ മദ്യപിക്കുന്നത്? ഇപ്പം എല്ലാവർക്കും പ്രശ്നമാണല്ലോ, സ്വർഗത്തിൽ പോകത്തില്ലെന്നുള്ള നമ്മൾ പ്രസംഗിക്കുകയല്ലേ. വായ്, എന്താണ് മദ്യപാനത്തിൻ്റെ റീസൺ? എന്തുകൊണ്ട് ഒരാൾ മദ്യപിക്കുന്നത്? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചുമ്മാ കുറച്ച് പോക്കറ്റിൽ പൈസ കിടക്കുന്നു അതുകൊണ്ട് ഇപ്പം പോയി കുടിക്കുക, അങ്ങനല്ല. അല്ല, നമ്പർ 1 റീസൺ, ആ വ്യക്തിക്ക് they have so many wounds in his heart. അവൻ്റെ അകത്ത് 100 കണക്കിന് മുറിവുകളുണ്ട്, നിരാശയുണ്ട്. അവൻ്റെ മുറിവിനെ അവൻ ഉണക്കാൻ കണ്ടെത്തിയ മാർഗമാണ് മദ്യം. വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ മുറിവ് ഉണക്കാൻ കണ്ട മാർഗമാണ് വെള്ളിയാഴ്ച ഉപവാസത്തിന് പോകുന്നത്, അല്ലെ 3 ദിവസത്തെ ഉപവാസം. അവൻ മദ്യപിക്കാൻ പോകുന്നത് ഈസിക്കൽ ടു നീ 3 days ഫാസ്റ്റിംഗ് എന്നത് സെയിമാണ്. അവനും പാപം ചെയ്യുന്നു, നീയും പാപം ചെയ്യുന്നു. അപ്പം 3 ദിവസം സഭാഹോളിലിരുന്ന് ആർത്തി കയറി മൂത്ത് ഉപവസിക്കുന്ന നീയും അപ്പുറത്തെ വാറി പോയി ബ്രാൻഡി കുടിക്കുന്നവന് സെയിമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ ശരിയാ, ബോത്ത് ആർ സെയിം. നമ്പർ 1 റീസൺ, അദ്ദേഹത്തിൻ്റെ അകത്ത് മുറിവുണ്ട്. ആ മുറിവ് ഉണക്കാൻ താൻ കണ്ടെത്തിയ മാർഗമാണത്. ഒരു മദ്യപാനിയും മദ്യപിക്കാൻ വേണ്ടി മദ്യപിക്കുന്നവനല്ല. അവൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണത്, അവൻ്റെ ഒറ്റപ്പെടലാണത്, അവൻ്റെ രോഗമാണ്. അതൊരു ചികിത്സിച്ച് മാറ്റേണ്ട രോഗമാണ്. നമ്മളിങ്ങോട്ട് വന്നു ഈ മദ്യപാനം മാറ്റെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ചിൽ ഒരിക്കലും ഒരു ബ്രദർ വന്നായിരുന്നു. ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞത്, ബ്രദറെ നിങ്ങൾ മദ്യപാനം നിർത്തരുത്. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ലോകത്തിലുള്ള സകല പള്ളിയിലും പോയിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞു മദ്യപാനം നിർത്തരുത്. പുള്ളിനെ നോക്കി ചിരിച്ചു. അതെന്താന്ന് ചോദിച്ചു. നിങ്ങൾ മദ്യം കുടിക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമല്ലേ? മദ്യത്തിന് സന്തോഷമുണ്ടെന്ന് ബൈബിളുണ്ട് കേട്ടോ. മദ്യം കുടിക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമില്ലേ? സ്പെഷ്യൽ ജോയ് ഇല്ലേ? പലതും മറക്കാൻ പറ്റുന്നില്ല. അപ്പം ആ സന്തോഷം ഈ ചർച്ചിൽ കിട്ടുന്നതിൻ്റെ അന്ന് അത് അതിനേക്കാൾ വലിയൊരു സന്തോഷം. അപ്പം നിങ്ങൾ മദ്യപിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എനർജിയും ഒരു കിക്കും ഒരു സന്തോഷവും ഒക്കെ ഇല്ലേ, അത് അതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ചർച്ചിൽ കിട്ടുന്നെങ്കിൽ അന്ന് കൂടി നിർത്താം. കാരണം മൂക്കും വായും കൂടെ ഒരുമിച്ച് അടക്കരുത്, ചത്തു. നമ്മുടെ ചർച്ചിലാണെങ്കിൽ ദുഃഖത്തിൻ്റെ പാനപാത്രം പാടി 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 എല്ലാം ദുഃഖപ്പാനപാത്രം കുടിച്ചോണ്ടിരിക്കും. അവിടെ എങ്ങനെയാടാ അവൻ സന്തോഷിക്കുന്നത്? അവൻ ബാറിപ്പോയി കുറച്ച് വെള്ളം അടിച്ച് അവൻ കിറങ്ങി, അങ്ങനെയല്ല അവൻ സന്തോഷിക്കണം. നിന്റെ പള്ളി വന്നിട്ട് ഈ കത്രിക്കയുടെ മുഖം പോലെ വെച്ചോണ്ട് അവൻ സമയമാൻ്റെ രഥം പാടുന്നതിനേക്കാൾ നല്ലത് അവൻ കുറച്ച് ബാറിപ്പോയി കുടിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ തോന്നൽ. നമ്മുടെ ചർച്ച് ഇതിന് പകരം കൊടുക്കണം. പകരം, അതായത് ഇപ്പോൾ ദൈവരാജ്യത്തിന് ഒരു മദ്യപാനിക്ക് മദ്യത്തിൽ ലഭിക്കുന്നതിൻ്റെ 100 മടങ്ങ് പോസിറ്റീവ് ബ്ലെസ്സിങ്സ് കിങ്ഡത്തിലുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇതിൻ്റെ പുറകെ പോകുന്നതിന് ഇത് അവകാശമാക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന അർത്ഥം എന്താ? ഇവിടുത്തെ ജോയ്സ് ഡിഫറെൻ്റ് ആണ്. ആ ജോയ് നിനക്ക് ബാറിൽ കിട്ടത്തില്ല. ബാറിൽ പോകുന്നവന് ഇതും കിട്ടത്തില്ലെന്ന് അർത്ഥം. ഫോർ എവ്രി സിൻ. ഇപ്പം പക, നമ്മൾ ആ ഒരു പദം എടുത്ത് പഠിച്ചു നോക്ക്. ആ വ്യക്തിക്ക് കിങ്ഡത്തിനകത്ത് പ്രവേശനം ഇല്ല. കാരണം പക എന്ന് പറയുന്നതിന് ഒറ്റയ്ക്കല്ല. പക എന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു സംഭവമല്ല. അതിൻ്റെ പിറകിൽ കോപമുണ്ട്, അതിൻ്റെ പിറകിൽ കുലപാതകമുണ്ട്, അതിൻ്റെ പിറകിൽ അസൂയയുണ്ട്, ഒരൊറ്റ ഭയമുണ്ട്, വയലൻസ് ഉണ്ട്. സകലതും കൂടെ ഒരുമിക്കുമ്പോഴാണ് ഈ പക. സ്നേഹത്തിൻ്റെ സംവിധാനത്തിൽ എങ്ങനെ പകയ്ക്ക് നിൽക്കാൻ പറ്റും? ദാറ്റ് പേഴ്സൺ cannot inherit the kingdom of God. ഞാൻ ഒരു പ്രാവശ്യം പറയാം, നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിയാകുന്ന എളുപ്പമാണ്.
പക്ഷേ യു കനോട്ട് ബി എ സിറ്റിസൺ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്ത് ദീസ് ഓൾ നേച്ചേഴ്സ്. ഈ സ്വഭാവത്തോട് നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ പങ്കാളിയാകാൻ പറ്റില്ല. നിങ്ങൾക്ക് ചീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആകണം. മുഖം മൂടിയിടരുത്. നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവാസന്മാരോട് പറയാം, ദൈവത്തെ ഓർത്ത് നിങ്ങൾ മുഖം മൂടിയിടരുത്. അസിറ്റീസായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് മെസ്സേജ് ഉണ്ടെങ്കിൽ മെസ്സേജ് പറയുക, ഇല്ലെങ്കിൽ ഓരോ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിട്ടു പോവുക. ഇല്ലാത്ത പ്രസംഗം, ഇല്ലാത്ത പ്രവചനം ഉണ്ടാക്കരുത്. ഇല്ലാത്ത രോഗശാന്തി ഉണ്ടാക്കാൻ പോകരുത്. നടക്കാത്ത രോഗശാന്തി നടന്നെന്ന് പറയരുത്. ഞാനിത് ഇവിടെ കാണുന്ന മിക്കവാറുള്ള എല്ലാ രോഗശാന്തിയും 90% നടക്കാത്തതാണ്. നടന്നെന്ന് പറയരുത്. നടന്നെന്ന് പറയരുത്. യേശുക്രിസ്തുവിനെ മാതൃകയാക്കുക. യേശുവിൻ്റെ അടുക്കൽ ഒരു പൊട്ടക്കണ്ണം വന്നു, കണ്ണ് കാണിച്ച് കൈ വെച്ചു. അപ്പോൾ കണ്ണ്, നീ എന്ത് കാണുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മനുഷ്യനെല്ലാം മരം നടക്കുന്ന പോലെ കാണുന്നു പറഞ്ഞു. നമ്മളറിഞ്ഞത് പറഞ്ഞു, കരങ്ങളെല്ലാം അടിച്ചൊന്ന് സ്വോത്രം ചെയ്തേ, ഹല്ലേലൂയ. ജനിച്ചപ്പോൾ കണ്ണ് കാണത്തില്ലായിരുന്നു, ഇപ്പോൾ മരം നടക്കുന്നത് കാണുന്നു. പൊക്കോ പൊക്കോ പൊക്കോ, ഇപ്പോൾ തന്നെ ഒരു വിടുതൽ പോകുന്ന വഴി കിട്ടും. അവൻ്റെ ആയുഷ്കാലം മൊത്തം അവൻ മരം നടക്കുന്ന പോലെ കണ്ണോട് നടന്നേന്. യേശു നമ്മളെപ്പോലെ അല്ലായിരുന്നു. യേശു പക്ക ജെന്യൂനായിരുന്നു. യേശു വിളിച്ചു തുടങ്ങി, ഒന്നുകൂടെ തൊട്ടു, സൗഖ്യമാക്കിയിട്ടാണ് വിട്ടത്. കാരണം നമ്മൾ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യരുത് ജനങ്ങളെ. നമ്മൾ പ്രിട്ടൻഡ് ചെയ്യരുത്. നമ്മൾ അഭിനയിച്ച് നമ്മൾ ജനത്തെ കൊള്ളയടിക്കരുത്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ആ കാര്യത്തിൽ വളരെ തീക്ഷ്ണതയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ വാക്കുകൾ കഠിനമുള്ളതായിരിക്കും. ഡു നോട്ട് ചീറ്റ് എനിബഡി. ബി എ ജെന്യൂൻ മാൻ ഓഫ് ഗോഡ്. നീ ആകാശം മുട്ടുന്നതൊന്നും കാണണ്ട, പെർഫെക്റ്റ് ആയിരുന്നു മതി. ഗാഡ് ഒരിക്കലും നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ വലുപ്പമല്ല നോക്കുന്നത്. ദൈവം നിന്നെ നോക്കുന്നതിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് നോക്കുന്നത്. ഹൗ ഹോണസ്റ്റ് യു ആർ. നീ സത്യസന്ധതയാണ് ദൈവം നോക്കും. നീ ലോകരാജ്യങ്ങൾ 5 വൻകരയെ തൊട്ടിട്ടുണ്ടോ, വിമാനത്തിൽ കയറി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതൊന്നും ദൈവം തമ്പരാൻ വിഷയമല്ല. ആദ്യം മനസ്സിലാക്കും. നീ സത്യസന്ധനാണോ, അതാണ് കർത്താവ് നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ബൈബിളിൽ എവിടെയെല്ലാം കൊടുത്തിട്ടുണ്ടോ അതൊന്നും സ്വർഗത്തിൽ പോകും എന്നതോ പോകത്തില്ല എന്നതോ അല്ല. ഈസ് 100% is talking about the culture in the kingdom of God. സ്നാനപ്പെട്ടവർക്ക് ക്രിസ്ത്യാനിയാകാം, പക്ഷെ സ്നാനം കൊണ്ട് ഒരാൾക്ക് ദൈവരാജ്യത്തിലെത്താൻ പറ്റില്ല. മനസ്സിലാന്നോ? സ്നാനപ്പെട്ടതുകൊണ്ട് നിനക്ക് ക്രിസ്ത്യാനിയാകാം, നീ ഒരു റിലീജിയസ് ക്രീച്ചർ ആവും, പക്ഷെ യു കനോട്ട് എൻ്റർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്ത് ദാറ്റ് ക്വാളിഫിക്കേഷൻ. കാരണം കിങ്ഡം 100% പ്രാക്ടിക്കൽ ലൈഫാണ്. അതിനകത്ത് ഒരു റിച്വൽസും ഇല്ല. ഞാൻ സത്യത്തിൽ പറയാം, കിങ്ഡം എന്ന് പറയുന്നത് സ്വർഗം മാർക്കറ്റിൽ വരുന്നതാണ് കിങ്ഡം. സ്വർഗം നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ ചന്തയിൽ, നമ്മുടെ പൊതുസ്ഥലത്ത് ഇറങ്ങി വരുന്നതിൻ്റെ പേരാണ് ദൈവരാജ്യം. സ്വർഗം പള്ളി വരുന്നതിൻ്റെ പേരാണ് നമ്മൾ ഈ കാണുന്ന പെയ്ത്തോമല്ല. അപ്പം ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ലാംഗ്വേജ് പോലും മാറ്റണം. നമ്മുടെ പാസ്റ്റർമാർക്കൊരു ലാംഗ്വേജ് ഉണ്ട്, പ്രൈസ് ദ ലോർഡ്, എല്ലാത്തിനും പ്രൈസ് ദ ലോർഡ്. കാണുമ്പോൾ പ്രൈസ് പറയരുത്. ആരെ കണ്ടാലും പ്രൈസ് ദ ലോർഡ് പറയരുത്. പിന്നെ നിങ്ങൾ എന്നെ കൊണ്ട് ഇത് പറയുമ്പോൾ എന്നെ ചീത്ത വിളിക്കുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദ ലോർഡ്. നീ ഒരു ചന്തയിൽ പോലും സഹോദരി പ്രൈസ് ദ ലോർഡ്, എന്തോ പ്രൈസ് ദ ലോർഡ്, എന്തോന്ന് പ്രൈസ് ദ ലോർഡ് പറയരുത്. മാർക്കറ്റിൽ ചെല്ലുമ്പോൾ മാർക്കറ്റിലെ ഭാഷ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അവർ ചീത്ത വിളിക്കുന്ന ഭാഷയല്ല, കോമൺ മാൻ്റെ ലാംഗ്വേജ് പറ. സോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണക്കാരായിട്ട് കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ആളുകളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പദത്തിൻ്റെ ആളാണെങ്കിൽ ഈ വേഷം കെട്ടിപ്പോവും. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ആളാണോ, നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾ ഈ മതത്തിൻ്റെ ഭാഷ ഉപയോഗിക്കരുത്. നിങ്ങളിടയ്ക്കിടെ ബ്രൈസ്ലോ അത് തന്നെ ആദ്യം നിർത്താമെങ്കിൽ നിന്നെ കുറച്ച് പേര് അംഗീകരിക്കും. അയാൾ നമുക്ക് ബ്രൈസ്ലോട് എന്ന് പറഞ്ഞാൽ വരാം, ചേട്ടാ എന്തുകൊണ്ട് സുഖമാണോ എന്ന് ചോദിക്കണം. എന്താ ചോദിക്കാൻ പറ്റാത്ത? ഏതെങ്കിലും പാസ്റ്റർമാർ വന്നു ചേട്ടാ എന്തുകൊണ്ട് സുഖമാണെന്ന് പറയാം, ഇല്ലില്ല ബ്രൈസ്ലോ ബ്രദറെ. അതുകൊണ്ടാണ് നിന്നെ കാണുമ്പോൾ ആളുകൾ പേടിച്ചു കൊടുക്കുന്നത്, നീ വേറെ ഏതോ ജീവിയാന്ന് തോന്നുന്നു. ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ കോമൺ മാൻ്റെ ലാംഗ്വേജ് സംസാരിക്കാൻ പഠിക്കും. മാർക്കറ്റ് യേശുക്കർത്താവ് പോയിരുന്ന മാർക്കറ്റ്, അതുകൊണ്ടാണ് വെള്ളമടിക്കുന്നവനും വ്യഭിചാരിയും സകല പുള്ളികളും കൂടെ കർത്താവിൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലാണ്. കർത്താവ് അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക, അവരുടെ കൂടെ ഇരുന്ന് വീഞ്ഞു കുടിക്കുക,
നമ്മൾ ഈ ചുമ്മാതെ എല്ലാത്തിനും നമ്മൾ പള്ളിയിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് പോകുന്നിടത്തല്ല. ചന്തയിൽ പോയാലും പ്രൈസ്തലോ, വണ്ടി കയറിയാലും പ്രൈസ്തലോ. ബൈബിൾ എടുത്തോണ്ട് നടക്കാല്ല. നീ ബൈബിൾ എടുത്തോണ്ടാണ് എന്തിനാ നിന്നോടാരും പറഞ്ഞു ഈ ചന്തയിൽ പോകുമ്പോൾ ബൈബിൾ കൊണ്ടുപോയി? ഈ ചന്തയിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട പുസ്തകമാണ് ബൈബിൾ. എടാ, ഒരു സാധാരണ മനുഷ്യനായിട്ട് ഇന്ത്യൻ പൗരനായിട്ട് ചന്തയിലോട്ട് പോകും, അന്നേരം ഒരു ബൈബിൾ എടുത്തിരിക്കും. ഒരു സ്വോത്രം. നിന്റെ ആയുഷ്കാലത്ത് നീ കർത്താവിൻ്റെ നാമത്തെ നാണക്കേടുണ്ടാക്കുക. ഒരു കിങ്ഡം കൾച്ചർ വെളിപ്പെടണമെങ്കിൽ നമ്മൾ കോമൺ മാൻ്റെ ലാംഗ്വേജ് സംസാരിക്കാൻ പഠിക്കണം. അപ്പോൾ ഈ ഞാനിപ്പോഴും ചിന്തിക്കുക, നമ്മുടെ ഒരു പാസ്റ്ററിനെ പിടിച്ച് ഈ നിയമസഭയിൽ നമ്മുടെ മോദിയുടെ കേന്ദ്രത്തിൽ എന്താ പറയുക, ലോകസഭയാണ്, അതിനകത്ത് പ്രസംഗിക്കാൻ ഒരു അവസരം കൊടുത്തത്. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഈ പകൽക്കാലം, ഈ രാത്രികാലം, ഇതെല്ലാം പറയത്തുള്ളൂ മലയാളി. രാത്രികാലം, പകൽക്കാലം, കടന്നു വരുവാൻ അവസരം ദൈവം ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങനെയൊന്നുമല്ല പറയേണ്ടത്. നമ്മൾ നമ്മുടെ നാക്ക്, നമ്മുടെ വാക്കെല്ലാം അങ്ങ് മതത്തിൻ്റെത് കൊണ്ട് ഇത് എടുത്ത് കളയണം. നമ്മൾ ഇതെടുത്ത് കളഞ്ഞിട്ട് കോമൺ മാൻ്റെ ലാംഗ്വേജിൽ ഇറങ്ങണം. അതാണ് ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ. സാധാരണക്കാരൻ്റെ ഭാഷ, അവന് മനസ്സിലാകുന്ന ഭാഷ. ബഹുമാന്യരായ നാട്ടുകാരെ എന്ന് പറയാൻ എന്താ അറിയത്തെ? നമ്മളോ കർത്താവിൽ പ്രിയ സഹോദരങ്ങൾ എന്നല്ല നമ്മൾ പറയത്തുള്ളൂ. പിന്നെ അവിടെ വന്നിരിക്കുന്ന മോദിയും മന്ത്രിമാരെല്ലാം കർത്താവിൽ പ്രിയ സഹോദരന്മാരാണ്. കോമൺ മാൻ്റെ ഭാഷ സംസാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രവർത്തിച്ച ആരും ദൈവരാജ്യത്തിനകത്തില്ല. അപ്പോൾ നമ്മുടെ പള്ളിക്കകത്തിരിക്കുന്ന മിക്കതും എവിടെ ഇല്ലെന്നർത്ഥം. നമ്മുടെ ചർച്ചിനകത്തിരിക്കുന്ന മിക്കതും 90% ഇതുവരെ ദൈവരാജ്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ ആശിച്ച കാര്യം, ഈ പള്ളിക്കകത്ത് കയറിയിരിക്കുന്ന ക്രിസ്ത്യാനി എന്ന് പേരുള്ള സകല ആളുകളും എത്രയും വേഗം കിങ്ഡം ഓഫ് ഗോഡിനെ ഇൻഹെറിറ്റ് ചെയ്യണം. ജഡത്തിൻ്റെ പ്രവൃത്തികൾ കളഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ മാറ്റങ്ങൾ വന്ന് നമ്മളിപ്പോൾ ഈ രാജ്യത്തെ ഇൻഹെറിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഈ കേരളത്തിലെ ഇനി ഒരു ക്രിസ്ത്യാനിയും പുതുതായിട്ട് വരണ്ട. ഉള്ള ക്രിസ്ത്യാനികൾ കിങ്ഡം സിറ്റിസൺസ് ആയ, ഞാൻ വെറുതെ പറയല്ല, ഈ കേരളത്തിലുള്ള സകല ക്രിസ്ത്യാനികളും ദൈവരാജ്യത്തിൻ്റെ പൗരത്വത്തിലേക്കും ആ കൾച്ചറിലേക്കും വന്നാൽ അടുത്ത ഒറ്റ വർഷം കൊണ്ട് ഭാരതം മുഴുവൻ ദൈവരാജ്യമാകും. ഒറ്റ വർഷം. വിതിൻ എ സിംഗിൾ ഇയർ, 1 year, ഒരു 130 കോടി ജനവും 100% ഈ മല്ലം മൊത്തം താഴെ വീഴും. കേരളത്തിലെ ക്രിസ്ത്യാനി ദൈവരാജ്യത്തിൻ്റെ പൗരത്വത്തിലേക്ക് വന്നാൽ മതി. 2, do not be called as a Christian because a Christian is a religious creature. Be a son of God. നിന്റെ ദേശത്ത് ദൈവപുത്രനാണ്. നീ ആരാ എന്ന് ചോദിച്ചാൽ പറയണം, ഐ എം എ സൺ ഓഫ് ഗോഡ് എന്ന് പറയാൻ ധൈര്യം വേണം. സൺ ഓഫ് ഗോഡ്, യെസ്, ആകാശം ഭൂമി സൃഷ്ടിച്ച ദേവാദി ദൈവത്തിൻ്റെ മകനാ ഞാൻ എന്ന ബോധം വായുകൊണ്ട് പറഞ്ഞാൽ പോരാ, അവരുടെ കൂടെ അങ്ങനെ ജീവിച്ചും കാണിക്കണം. യേശുക്രിസ്തു ഞാൻ ദൈവപുത്രനാന്ന് പറയുന്നതിന് മടിയില്ലായിരുന്നു. യേശുവിൻ്റെ കാലത്ത് യേശു ആരാന്ന് ആളുകൾ അവനോട് ചോദിക്കാറ്. ഹു അറിയൂ? യേശുവിനോട് ചോദിച്ച ചോദ്യം നിങ്ങൾ ചോദിച്ചേ. അവിടുത്തെ പുരോഹിതൻ പോയപ്പോൾ ചോദിച്ചില്ല, പരീശൻ പോയപ്പോൾ ചോദിച്ചില്ല, ശാസ്ത്രി പോയപ്പോൾ ചോദിച്ചില്ല, ലോകത്തിൽ ആരും പോയപ്പോഴും ചോദിച്ചില്ല. യേശു പോയപ്പോഴെല്ലാം ചോദിച്ചു, ഹു അറിയെന്ന് ചോദിച്ചു. വായ്, അവർക്ക് മനസ്സിലായി ഇതാരടാ പുള്ളിയത് ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം പുള്ളിയെ പള്ളിയിൽ പോയാലും കാണാൻ പറ്റും, കള്ളു കുടിക്കുന്നവന്മാരുടെ ഇടയിലും പോയിരിക്കുന്നു, വേശാസ്ത്രിയോട് ഒന്ന് വർത്താനം പറയുന്നു, ചുങ്കക്കാരുടെ കൂടെ തോളെ കയറ്റി നടക്കുന്നു. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു, ഹു ആർ യു? ദീസ് ആർ കിങ്ഡം സിറ്റിസൺ. കിങ്ഡം സിറ്റിസൺസ് മനുഷ്യൻ്റെ എല്ലാ ഇടങ്ങളിലും കാണും. പള്ളി മാത്രം പോരാ, എല്ലാ സ്ഥലത്തും അവൻ കാണും. നാട്ടിൽ ഏത് പ്രശ്നമുണ്ടല്ലോ അവനവിടെ ഉണ്ടാവണം. അവസാനം ഒരു വാക്കോടെ ഞാൻ പറയാം. നിങ്ങൾക്ക് കുറേ കള്ളുകൂടിയന്മാരായ കൂട്ടുകാർ നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അവരെ കൂട്ടുകൂടണം. നിങ്ങൾ എന്തായാലും ഈ കറുത്തവാന് വെള്ളയുടുപ്പൊക്കെ ഇട്ടേക്കുന്ന പുള്ളികളെയല്ലേ കൂടുതൽ സ്നേഹിക്കുന്നത്. അവരല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സ്. തലവേദനയാണ്. അവരുടെ ഫ്രണ്ട് ലിസ്റ്റ് കളഞ്ഞിട്ട് നിങ്ങൾ
കുറേ കൂടിയന്മാരും കുറേ ലഹരി മരുന്നിന് അടിമകളും കുറേ അഴുക്കി ജീവിക്കുന്ന ആളുകളെ കൂട്ടുകെട്ട് അവരുടെ ഫ്രണ്ട്സ്, അവരെ ഒന്ന് ഫ്രണ്ട്സാക്കുക. നിനക്ക് എന്ത് സമാധാനം ഉണ്ടെന്ന് നിനക്കറിയാൻ പറ്റും. സത്യമാണ്. അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കുറേ അഴുക്കന്മാരെന്ന് നമ്മൾ പറയുന്നവരെ നിങ്ങൾ കൂട്ടുകെട്ടിലെത്തണം. ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള കുറേ ഫ്രണ്ട് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിനെടുത്ത് കളഞ്ഞിട്ട് കുറേ കൂടിയന്മാരെയും വെറിയന്മാരെയും എല്ലാം കൂടെ നിങ്ങൾ കൂട്ടുകാരാക്കണം. അങ്ങനെ ആക്കിയാൽ തന്നെ നിങ്ങൾ 100% നിങ്ങളുടെ അകത്തെ പുത്രന്മാർ വെളി വരാൻ തുടങ്ങും. ദൈവപുത്രന്മാർ ആക്കി നോക്ക്. കിങ്ഡം ഓഫ് ഗോഡ് വെളി വരട്ടെ. നമ്മൾ ഇത്ര നാൾ ഇനി ക്രിസ്ത്യാനി, പള്ളി, വിശുദ്ധി, വേർപാട് ഇതെല്ലായിടത്തും മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് ഷോ ദ കൾച്ചർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നിങ്ങളുടെ അയൽവക്കത്തുള്ള അമ്പലത്തിൽ പോകുന്ന പൂജാരി അല്ലെങ്കിൽ മന്ത്രവാദി അല്ലെങ്കിൽ പല പ്രവൃത്തി ചെയ്യുന്ന അവരെയൊക്കെ നിങ്ങളുടെ കൂട്ടുകെട്ട് ലിസ്റ്റിലോട്ട് വിളിക്കുക. അവരെയൊക്കെ വിളിക്കുക, വർത്താനം പറ. അല്ലാതെ എന്നും പള്ളിക്കാത്ത മറിയമ്മാമയെ മാത്രം വിളിക്കുക, വർത്താനം പറയാതെ അയൽവക്കത്തെ ആളിനെ കൂടെ ഒന്ന് വിളിക്കുക. നമ്മൾ എവിടത്തൊക്കെ വെളിപ്പെടുന്നു? നമ്മളിതൊന്നും വെളിപ്പെടുന്നില്ല. So let's show the true nature of the kingdom citizen. It's very much needed. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. മദ്യപാനി സ്വർഗത്തിൽ പോകുന്നതല്ല നല്ല വിഷയം. മദ്യപാനി they cannot inherit the kingdom of God means that doesn't mean that he is not going to heaven. കിങ്ഡം ഓഫ് ഗോഡിൽ പോകാത്ത ആളിന് ലോകത്തിലെ ഒരു മനുഷ്യന് ഏറ്റവും വലിയ ഭാഗ്യം അവന് ദൈവം കൊടുത്ത രാജ്യത്തിനകത്തെ മഹത്വത്തിലേക്ക് വരിക എന്നുള്ളത്. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. നമ്മൾ ഈ വലിയ സത്യത്തെ കളഞ്ഞിട്ട് ചത്തതിന് ശേഷമുള്ള കാര്യത്തിലേക്ക് പോകരുത്. നിങ്ങളുടെ ജീവിതം വളരെ പ്രഷ്യസാണ്, വെരി പ്രഷ്യസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയിലെ ജീവിതമാണ് ഏറ്റവും ഗ്ലോറിയസ് കേട്ടോ. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ അവിടെ സ്വച്ഛ സ്ഫടിക തങ്കത്തുല്യ തിരുവീതിയുണ്ട്, സ്ഫടിക കടലുണ്ട്, ജീവവൃക്ഷമുണ്ട്. ഞാനും പത്രോസും കൂടെ അവിടെ സ്ഫടിക കടലിനകത്ത് ബോട്ടിൽ യാത്ര ചെയ്ത് മീൻ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് നീ ഇമ്മാതി വ്യാമോഹം കാണിക്കണ്ട. നിനക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി ഉള്ളത് ഭൂമിയിലാണ്. സുഖമുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ചീത്ത വിളിക്കുന്ന കേൾക്കാം, അപ്രീഷിയേറ്റ് ചെയ്യുന്ന കേൾക്കാം, താഴ്ത്തുന്നവരുണ്ട്, ഉയർത്തുന്നവരുണ്ട്. എന്ത് രസമാണ് ഈ സ്വർഗ്ഗഭൂമി. ഈ ഭൂമിയുടെ മനോഹാരിത നിനക്ക് സ്വർഗത്തിൽ കിട്ടത്തില്ലെന്ന് നീ ആദ്യം മനസ്സിലാക്കുക. നീ ഇവിടെ എൻജോയ് ചെയ്യുന്നു, നിന്നെ ഇതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചേക്കുന്നത്. നല്ല ഫുഡെങ്കിലും കഴിക്കുന്ന ഇവിടെ, ഹെവനി ഫുഡൊന്നും ഇല്ല കേട്ടോ, അത് മനസ്സിലാക്കോ. എല്ലാം കഴിക്കണമെങ്കിൽ ഇവിടെ കഴിക്കണം. കൊക്കോകോള, ഫാൻ്റെ ഒക്കെ ഇവിടെ ഉള്ളൂ. അല്ല, കരിക്കും വെള്ളം ഇവിടെ കിട്ടത്തില്ല, ഹെവനിലില്ല. സോ എൻജോയ് ദിസ് എർത്ത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ലെറ്റ് us bring the kingdom of God. Let's build up a kingdom culture. മലയാള നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരു ക്രിസ്ത്യാനിയും മറ്റു മതങ്ങളിൽ നിന്ന് വരണ്ട. ഉള്ള ക്രിസ്ത്യാനി കറക്റ്റായിട്ട് സിറ്റിസണായിട്ട് മാറിയാൽ മതി. ക്രിസ്ത്യാനി എന്ന ലേബലിൽ നിന്ന് സിറ്റിസൺഷിപ്പ് എന്ന അതിലേക്ക് വന്ന് പുത്രത്വത്തിലേക്ക് ഒന്ന് നടന്നു നീങ്ങിയാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രകാശഗോപുരമായി കേരളം ഉയരും. സ്വപ്നമാണ്, നമ്മുടെ സ്വപ്നമാണ്. ഞാൻ പണ്ട് മാർട്ടിൻ ലൂതർ പറഞ്ഞ പോലെ, I have a dream. One day, the kingdom of God is going to dominate India. The days are coming. We're waiting for that. Hallelujah. അതുകൊണ്ട് ഞാൻ ആദ്യമോടൊന്നും എന്നെ കേട്ട എല്ലാവരോടും പ്രത്യേക സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഞാൻ ചില കാര്യങ്ങൾ ഇച്ചിരി ചൂടോട് പറഞ്ഞത് ആർക്കെങ്കിലും വിഷമം വന്നെങ്കിൽ സഹിക്കുവാനായി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു. സഹിച്ചേര് മാറ്റി പറയാൻ പറ്റത്തില്ല. ദേഷ്യം തന്നെയാണ്, പറഞ്ഞത് തന്നെയാണ്. കാരണം ജനത്തെ കബളിപ്പിക്കാൻ നമുക്ക് ഇനി പറ്റത്തില്ല. ലെറ്റ്സ് ബിൽഡ് അപ്പ് ദ കിങ്ഡം. സോ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ ഈ വക പ്രവർത്തിക്കുന്ന ആരെന്ന് പറഞ്ഞാൽ പക, പിണക്കം, വിദ്വേഷം ഇതെല്ലാം ഉള്ള ആരും യു ആർ നോട്ട് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. വളരെ ഇമ്പോർട്ടൻറ്റ്. യു ആർ ഇൻ ദ ചർച്ച്, യു ആർ എ ചർച്ച് മെമ്പർ, യു ആർ എ വെരി വെരി senior member of the church, but you're not in the kingdom of God. You're not in the kingdom of God. So think of it. നമുക്കും മാറാം, നമുക്കും ദൈവസ്നേഹത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരാം, നമുക്കും സത്യം പറയാം. ലാസറിൻ്റെ കല്ലറയെ യേശു അത്ഭുതം ചെയ്തല്ല പറയേണ്ടത്. ദൈവരാജ്യം പറഞ്ഞ് അനേക ലാസർമാരുടെ കല്ലറയെ നമുക്ക് തുറക്കാം. എങ്ങനെ ഷാഡോയിലൂടെ രോഗി സൗഖ്യമാകുമെന്നല്ല പ്രസംഗിക്കണ്ടേ. ദൈവരാജ്യത്തിൻ്റെ പ്രസംഗരായ നമ്മുടെ ഷാഡോയിലൂടെ ജാതികൾ വന്ന് സൗഖ്യം പ്രാപിക്കട്ടെ.
മിറക്കിൾസ് പ്രസംഗിക്കുന്നതിന് പകരം മിറക്കിളിൻ്റെ കൾച്ചർ നമ്മുടെ ദേശത്ത് വെളിപ്പെടട്ടെ. മരിച്ച ശവങ്ങൾ എഴുന്നേക്കുമെന്ന് പറയല്ല, ശവങ്ങൾ എഴുന്നേക്കട്ടെ. എവിടെ ദൈവരാജ്യമുണ്ടോ അവിടെ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. നമ്മുടെ രാജ്യത്ത് സംഭവിക്കും, ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനിത്വത്തിൻ്റെ മഹത്വം പുറത്തു കൊണ്ടുവരാനുള്ള സമയമായി. നമുക്ക് ഉണരാം. നമുക്ക് രാത്രിയിലും പകലും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് മുഖംമൂടികളെല്ലാം മാറ്റിവെച്ച് ജനത്തെ കളിപ്പിക്കാതെ, നമ്മൾ ഒരിക്കലും ജനത്തെ കബളിപ്പിക്കാതെ സത്യസന്ധരായി നിന്നുകൊണ്ട് സത്യത്തിൻ്റെ വാഹകരായി നിൽക്കാൻ ദൈവം കൃപ തരട്ടെ. എന്നുള്ള റിച്ച്ലി ബ്ലസ് യു. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ജയം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളിൽ ബലഹീനർ സൗഖ്യമാകുക, ദരിദ്രർ സമ്പന്നരാകുക, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ, ജോലി ചെയ്യുന്നവർക്ക് അനേകർക്ക് ജോലി കൊടുക്കുന്ന വലിയ കമ്പനികൾ ഉണ്ടാക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. പ്രോസ്പെരിറ്റി ഉണ്ടാകട്ടെ. നിൻ്റെ ദാരിദ്ര്യം മാറട്ടെ. തകർന്ന നിൻ്റെ വീട് പണിയപ്പെടട്ടെ. ദൈവരാജ്യം നൽകുന്ന സകല ബെനിഫിറ്റ്സും നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. മേ ദ ഓൾമൈറ്റി ഗോഡ് ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഇന്ന് രാത്രി എല്ലാവർക്കും ശുഭരാത്രിയും പരിശുദ്ധാത്മാവിനോടൊപ്പമുള്ള അനുഗ്രഹീതമായ ഒരു രാത്രി ഞാൻ നേരുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ബൈ. ഗോഡ് ബ്ലെസ് യു.